വേലപ്പള്ളിയില്ലേ? എല്ലാവർക്കും നമസ്കാരം. KSLന്റെ ആഭിമുഖ്യത്തിലുള്ള ആക്ച്വലി ഒരു മിനിറ്റ് പേര് തെറ്റിപ്പോയി, KLS ആഭിമുഖ്യത്തിലുള്ള ഒരു അക്ഷരശ്ലോക സദസ് കൂടി ഇവിടെ അരങ്ങേറുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ വളരെ ഫോമലായിട്ട് അക്ഷരശ്ലോക പരിപാടികൾ നടത്തിയിരുന്നു. കേരളത്തിൽ മാത്രമല്ല, അമേരിക്കയിലുള്ള പല സംഘടനകളും ഇങ്ങനെ സൂം വഴി അക്ഷരശ്ലോക സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ഒരു കുറച്ചുകൂടെ ഫോമലായിട്ട് ഒരു പ്രോഗ്രാം പോലെയാണ്. ഇപ്പോൾ ഹരിദാസിന്റെ, അതായത് ഹരിദാസ് മംഗലപ്പള്ളിയുടെയും ഹരിദാസ് തങ്കപ്പന്റെയും ശ്രമഫലമായി ഇത് എല്ലാ മാസവും നടത്താൻ, അതായത് വളരെ ഇൻഫോർമലായിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ വന്ന് ശ്ലോകം ചൊല്ലാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ആഴ്ചയാണ്, ആദ്യത്തെ മാസമാണ് ഇന്ന്. അപ്പൊ ഇന്ന് വളരെ പ്രഗത്ഭരായ പലരും ഇന്ന് ശ്ലോകം ചൊല്ലാനുണ്ട്. അതോടുകൂടി സദസ്സിലുള്ള ആളുകൾക്കും ശ്ലോകം ചൊല്ലാനുള്ള അവസരം ഉണ്ടാവും. അവരവർക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു അക്ഷരം കിട്ടിക്കഴിഞ്ഞാൽ കൈ ഉയർത്തിയാൽ നമുക്ക് ചൊല്ലാനുള്ള അവസരം ഉണ്ടാവും. ആദ്യം മുതൽ തന്നെ അക്ഷരശ്ലോകത്തിന്റെ നിയമങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പൊ പ്രധാനമായിട്ട് ചൊല്ലുന്ന ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോ ആദ്യമായി കുങ്ങൂർപ്പള്ളി ശങ്കരനാരായണൻ നമ്പൂതിരി അക്ഷരശ്ലോക രംഗത്തെ കുലപതിയാണ്. അദ്ദേഹം ഇവിടെ ഉള്ളത് ഞങ്ങളുടെ എല്ലാം ഭാഗ്യമാണ്. നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. 2 സീമ രാജീവ്. സീമ കാനഡയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. വേലപ്പമുള്ള സാർ തിരുവനന്തപുരത്ത് നിന്ന്. സാർ ഇപ്പോൾ അക്ഷരശ്ലോകത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുന്ന പല ആക്ടിവിറ്റികളുമായി വളരെ കാലമായി സജീവമായി രംഗത്തുള്ള ആളാണ്. ലക്ഷ്മിയുണ്ട്. അടുത്തത് കോഴിക്കോട് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ലക്ഷ്മി വീഡിയോ ഓൺ ചെയ്യാമോ? ലക്ഷ്മി ലക്ഷ്മിതാ ലക്ഷ്മിയാണ്, കോഴിക്കോട് 10ാം. അത് കഴിഞ്ഞ് ഹരിദാസ് മംഗലപ്പള്ളി, കവിയും ശ്ലോകിയും ഒക്കെയായ ഹരിദാസ്. ഗായത്രി 7ാം ക്ലാസ്, വടകര. പിന്നെ സുധീർ, ഈ കുട്ടികളെ ഒക്കെ പഠിപ്പിക്കുന്ന, ഇപ്പോ അക്ഷരശ്ലോക ഗുരു എന്ന് പറയാവുന്ന വളരെയധികം കുട്ടികളെ ശ്ലോകം പഠിപ്പിക്കുന്ന സുധീർ. പിന്നെ രേവതി ഭാസ്കര മാഷ്ടർ ആളാണ്. ഭാസ്കര മാഷ്ടർ പഴയ ശ്ലോകക്കാരനാണ്, ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് കേരളത്തിലെ. അദ്ദേഹത്തിന്റെ കൊച്ചുമകളാണ് രേവതി. 5ാം ക്ലാസ്സിലായിട്ടുള്ളൂ. 2ാം ക്ലാസ് മുതൽ ശ്ലോകരംഗത്തുണ്ട്. അവള് പിടിക്കുകയാണ്. രേവതി ഉണ്ട്, ഭാസ്കര മാഷുണ്ട്, പിന്നെ ഞാനും ഉണ്ട്, ഉമേഷ്. അപ്പൊ ഞങ്ങളാണ് പ്രധാനമായിട്ട് ഈ സദസ്സിലുള്ളത്. ബാക്കിയുള്ളവർക്കും പങ്കെടുക്കാം. അപ്പൊ അടുത്ത അക്ഷരത്തിന് ചൊല്ലാൻ താല്പര്യമുള്ളവർ കൈ ഉയർത്തുക, അവർക്ക് ചൊല്ലാനുള്ള അവസരം ഉണ്ടായിരുന്നായിരിക്കും. പിന്നെ മനസ്സിലാകുന്ന നല്ല മലയാള ശ്ലോകങ്ങൾ ചൊല്ലുക, പല വൃത്തങ്ങൾ ചൊല്ലുക. നമ്മൾ ഇവിടെ മത്സരമൊന്നുമല്ല, അതായത് മുമ്പുള്ളതിന് ഫോളോ ചെയ്യുന്നതിന് കൂടുതൽ മാർക്കും ഒന്നുമില്ല. അപ്പോ വളരെ റിലാക്സ്ഡ് ആയിട്ട് എല്ലാവരും നല്ല ശ്ലോകങ്ങള് ചൊല്ലുക. നേരത്തെ ചൊല്ലുക, അല്ലാത്തതൊക്കെ ചൊല്ലാൻ പറ്റിയാൽ നല്ലത്. പുതിയ ശ്ലോകങ്ങളും ചെറിയ വൃത്തങ്ങളും ഒക്കെ നോക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ? അപ്പോ ഇന്നത്തെ ഈ ശ്ലോക സദസ് ആരംഭിക്കുന്നതിന് ബഹുമാനായ കുങ്ങൂർപ്പള്ളി ശങ്കരനാരായണൻ നമ്പൂതിരി ക്ഷണിച്ചോളുന്നു. അർത്ഥം പാണ്ഡാൻ ഗ്രഹിച്ചേ സഹൃദയ ഹൃദയാഹ്ലാദിയാം മഷ്ടു കേൾപ്പോർക്കർത്ഥം
സുഗ്രാഹ്യമാകൂ. യതികളിലധികൈ ശ്രദ്ധ വെച്ചോതിടേണം. വ്യർത്ഥം സംഗീതം ആർക്കും ശ്രവണ സുഖതമായി തോന്നുവാൻ പാട്ടുവേണ്ടെന്നർത്ഥം. ശ്രോതങ്ങൾക്കും അവരുടെ വികലോച്ചാരണം മാരണം താൻ. ആഹാ, നല്ല ശ്ലോകം. അക്ഷരശ്ലോകം എങ്ങനെ ചൊല്ലണം എന്നുള്ളത് കാച്ചി കുറുക്കി പറഞ്ഞിരിക്കുന്ന ശ്ലോകം. ഇത് ആരുടെയാണ്? അല്ലേ ആരുടെ? KPC ആണെന്ന് തോന്നുന്നു അല്ലേ? KPC ആണോ? ഞാൻ പറഞ്ഞുതരാം. KPC ആണോ അത്? SN? KPC നമ്മുടെ ഏർപ്പാട്. KPC അർജുൻ നമ്പൂരിപ്പാടം. ശരി. വാ നല്ല അക്ഷരം വന്ന് ഞാൻ മൂന്നാമത്തെ വരി. വലം കൈയാൽ വാമശ്രവണവുമിടം കൈവിരലിനാൽ വലം കാതും തൊട്ടകളളിണ പതിഞ്ഞുള്ള നിലയിൽ നിലം കൈമുട്ടാലെ പലകുറി തൊടുന്നേനടിയൻ ഇന്നലം കാരുണ്യാബ്ധേ കളകമമ വിഘ്നം ഗണപതേ. നീലാളിക്കുന്ന തത്തയ്ക്കുടയ പുതുകളി കൊഞ്ചലഞ്ചി കുഴങ്ങുന്നീലാളിത്യം തഴയ്ക്കും കൃതികളെഴുതിടുന്ന അന്തണൻ തങ്കൽ നിന്നും നീലാളിക്കുന്തലാളെ ഭവതിയൊടടിയൻ ഗൗരി മറ്റൊന്നിരക്കുന്നീലാളിക്കത്തിടും മാലകലുവതിനരത്രിക്കടക്കണ്ണയക്കൂ. ഇയാളുടെ ശ്ലോകമാണോ പക്ഷേ? ഇത് പിന്നെ ഉള്ളൂരിന്റെ. ഉള്ളൂരിന്റെ ലക്ഷ്മി അല്ലേ? അടുത്ത ലക്ഷ്മി. നോവാറ്റും കുളിർ തന്നലൊന്നിളകിയാൽ കൂടി കുഴഞ്ഞാടിടും തൈവാകച്ചെറു ചില്ലമേൽ സുഖമിരുന്നാലോലമാലോലമായി പൂവാലൻ കിളി നീ കുലുക്കി വിടുമീ വാലിന്റെ തുമ്പിൽ കിടന്നാവാം ഭൂമി തിരിഞ്ഞിടുന്നതനുകമ്പാർഹം ഭവച്ചാപലം. ഏതാക്ഷരം? പൂവാലൻ. പണത്തിന്റെ പോരാമെങ്കിലൊരാൾക്കു വേണ്ടി അപരന്നേകം നമുക്കുള്ളൊരു പാരാവാരമതെന്ന പോലെ വിലസം സേനാഗണം തൽക്ഷണം. നേരൊക്കെ പറയാം നിരായുധനതായി നിൽക്കുന്നതല്ലാതെ വൻ പോരിന്നായുധമേൽക്കയും തൊടുകയും പൊയ്യല്ല ചെയ്യില്ല ഞാൻ. ഭഗവദ്ദൂതാണോ? ഭഗവദ്ദൂത്. ഗായത്രി. അടുത്തത് ഗായത്രി. നാരായണൻ തൻ തുണയുടെ പ്രതിയെ പിന്നിലാക്കി കുതിക്കും ബാലൻ പോലെ ഭവാബ്ധി പ്രളയ ഭയമിയെന്നോട്ടുമീ ഞാനൊടുക്കം നീ വാഴും ശ്രീലകത്തിൻ പിഴയ്ക്കാതെയെത്തുന്ന നേരം പാരം രക്ഷിക്കതൂർണം യമശമന വിഭോ ഹേ മഹാകാളമൂർത്തേ. ഇതാരുടെ ശ്ലോകമെന്നറിയോ? ഞാനല്ലേ എടുത്തത്? അതെ. നോവിപ്പിക്കാതെ ശസ്ത്രക്രിയകളുടെ സഹായങ്ങളില്ലാതെ തിക്തം സേവിപ്പിക്കാതെ
പൂർവാർജിത കവന കലാബോധ ബീജാങ്കുരത്തെ ഭാവം നോക്കി തുടിപ്പിച്ച കമലർ വിരിയിപ്പിച്ചു സംജാതമാക്കും പ്രാവീണ്യത്തിനു കേൾവിപ്പെട്ടുമൊരു സുധിയാണ് അക്ഷര ശ്ലോക വൈദ്യൻ. വികെജിയുടെ പ്രസിദ്ധമായ ശ്ലോകം. വിരിയിപ്പിച്ചു വികസിപ്പിച്ചു എന്നാണോ? അതെ, മഹാന്നാണ്. ഭാവം നോക്കി തുടിപ്പിച്ചെന്നാണ് ഞാൻ പഠിച്ചത്, പക്ഷെ എല്ലാരും തുടിപ്പിച്ചെന്നാണ് ചൊല്ലണത്. അല്ല, തുടിപ്പിക്കല്ല, മറ്റേ എന്താ വികസിപ്പിച്ചെന്നോ വിരിയിപ്പിച്ചെന്നോ? അല്ല, വികസിപ്പിച്ചെന്നാണ്. വികസിപ്പിച്ചെന്നാണ്. അതെ. അതെ അതെ. രേവതി രേവതി അവിടെ രേവതി രേവതി കേൾക്കുന്നില്ല. സൗണ്ട് ക്ലിയർ അല്ല. ഞാനാണ് പറയേണ്ടത്. അല്ലല്ല അല്ലല്ല ഭാസ്കർ മാഷി അല്ലല്ല രേവതി സൗണ്ട് ശരിയായില്ല അവളുടെ. എന്നാ ഭാസ്കർ മാഷി വിളിക്കുള്ളൂ. ഭാസ്കര മാഷിയല്ല അല്ലല്ല രേവതി 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 മ്യൂട്ടല്ലേ നോക്കി, സൗണ്ട് മ്യൂട്ടാണെന്ന് നോക്കി. ഇനി ഞാനാണോ? അല്ല, ആയിട്ടില്ല. രേവതി കേൾക്കാമോ? കേൾക്കാം പക്ഷേ. ചൊല്ലിക്കോളൂ വീഡിയോ ഓൺ ചെയ്യില്ല, അല്ലാണ്ട് ചൊല്ലിക്കോളൂ. ഭൂലോകം ഹൃദയം കേൾക്കുന്നില്ല. ശബ്ദം എത്തുന്നില്ല. സൗണ്ട് ക്ലിയർ ആവണില്ല. വീഡിയോ ഓഫ് ചെയ്തിട്ട് ചൊല്ലിക്കോളൂ, അതായിരിക്കും ഇപ്പം ഭൂലോകം ശൂന്യമായി ഹൃദയമൊരു തമോ സൃഷ്ടിസ്ഥിതിലയകരനാം മൂർത്തിയും ശത്രുവായി താലോലിക്കേണ്ടുവൻ കുട്ടികളിനു വരും തോളത്തുമായി പാലോലും വാണിമൽ പ്രേയസീവനെ വെടിശ്വരോ രക്ഷ രക്ഷ. ഭാസ്കർ മാഷ് തുമ്പിക്കയ്യാൽ ചുരത്തിയിടുക നിരയഭയം ഭക്തിപൂർവം കുബേരൻ കുമ്പിട്ടൂണിന്നു പൈമ്പാലടപഴമവിലും വെച്ചു സേവിച്ചു നിൽക്കേ. മുമ്പിൽ ഗന്ധർവയക്ഷ പ്രഭൃതികൾ മൊഴിയുന്ന അക്ഷര ശ്ലോകവും കേട്ട് അമ്പോടുണ്ണാത കർണാലസചലനമൊടും മേവുമുണ്ണി ഗണേശൻ. ഞാനാണല്ലോ. മർത്യാകാരേണ മീറ്റിംഗിലാണ് അമേരിക്കയിലുള്ള ആളുകൾ. ഗോപീവസന നിരകവർന്നോരു ദൈത്യാരിയത്തൻ ചിത്തേ ബന്ധിച്ച വഞ്ചീശ്വര തവ നൃപനീതിക്കു തെറ്റില്ല പക്ഷേ. തൻ കണവനെ വിടുവാനാശ്രയിക്കുന്നു ദാസീവൃത്യാ നിത്യം ഭവാനെ കനിവളിലുദിക്കൊല്ല കാരുണ്യരാശേ. ചൊല്ലിക്കോളൂ. കൊങ്ങരപ്പള്ളി സാർ ചൊല്ലിക്കോളൂ. ചൊല്ലിക്കോളൂ. ബന്ധത്തെ ഗൗരവം പൂണ്ടൊരു കവിത കഥാശേഷമായി തീർന്നു. ദൈന്യം പൂണ്ടുള്ളോരക്ഷരശ്ലോകവും അപഗത ലാവണ്യ ചൈതന്യമായി കണ്ടെത്തും എന്നു പൂർവസ്ഥിതിയിലും
ആ നഷ്ടസമ്പത്തെടുത്തും കൊണ്ടെത്തും പൊന്നുഷസ്സിൻ കരനിര കണി കാത്തുന്ന കല്യാണരംഗം. ആരുടെയാണെന്ന് കൂടെ പറഞ്ഞേക്കട്ടോ, ആരുടെയാണെന്ന് കൂടി. ഉമേഷ്, അത് റെക്കോർഡ് ഉണ്ടാവും. ഓർമ്മയില്ല. ഓക്കെ, ശരി. സീമ. മ്യൂട്ട് മ്യൂട്ട്. പാന്നല്ലേ അക്ഷരം? പണ്ടത്തെ കാലം. കാളിന്തിപ്പുഴവക്കിലുണ്ടൊരയാൽ വൃക്ഷം, കണിക്കൊന്നയേക്കാളും മഞ്ജുളമായ മഞ്ഞവസനം ചാർത്തുന്നൊരാളുണ്ടതിൽ. കാളാബ്ദാഞ്ചിത കോമളാകൃതി കലാപാലം കൃതോഷ്ണീഷനാളൻ നിർഭരഭാഗ്യമേ. മദനഗോപാലൻ മദാലംബനം. VKG. കറ്റക്കാറതിലും കറുപ്പു കലരും കണ്ണാണു സത്യം, പിടിച്ചൊറ്റ കയ്യിലൊതുക്കുവൻ പണിപരം മാറിൽ കവിഞ്ഞിടുമേ. തെറ്റെന്നാശയരാരിലാശ യവനും ചുരുണ്ടാണു നിൻ കുറ്റം തീർന്ന്, ഇടതൂർന്നതായ കുജവും വാർകൂന്തലും വല്ലഭേ. പെട്ടഴിയം. തൻപത്തിൽ താണു കനിവിയെന്നക്ഷര ശ്ലോക കേട്ടി സമ്പത്തൻ പൊത്തു നൽകും സുമഹിത ചരിതേ. വേദവേദാന്തവേദ്യേ ഉമ്പർക്കുൾക്കമ്പമേകും പദമധുര സുധാസാര സാരസ്വത ശ്രീ സമ്പർക്കം ചേർക്കുകന്നിൽ പദനദ വരദേ പത്മജന്നാത്മജായേ. ഇത് ആരുടെയാണെന്നറിയോ ലക്ഷ്മി? ആരുടെ ശ്ലോകം എന്നറിയോ? കൈതക്കലിനാണ് തോന്നുന്നത്. ശരിയാ. കൈതക്കൽ ഇന്നിവിടെ പങ്കെടുക്കും എന്ന് പറഞ്ഞിരുന്നു മഹാകവി കൈതക്കൽ ജാതവേദൻ നമ്പൂതിരി. പക്ഷേ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്ന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നേനെ. ഹരിദാസ് വിളിക്കുന്നു. ഊവെന്നാ ഞാനും കേട്ടത്. ഉണ്ണി 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 വാവാ കുളിച്ചിടുക, കുറികളുമിട്ടുണ്ണണം നീ കുമാര. ഇന്നല്ലോ നിൻ പിറന്നാൾ, പൊടിജലികൾ അണിഞ്ഞെന്തി വണ്ണം നടപ്പൂ. എന്നീ വണ്ണം യശോദാവചനമുടനെ കേട്ടുമെല്ലെ ചിരിച്ചോരുണ്ണിക്കണ്ണന്റെ ഭാഗ്യം. ഉണ്ണിക്കണ്ണന്റെ ഭാവം മമ പുനരൊരു നാൾ കൺമതിൻ ഭാഗ്യമുണ്ടോ. പൂന്താനം അല്ലേ? പൂന്താനം. പ്രിയപുത്രി നിന്റെ വദനത്തിങ്കൽ വിളങ്ങുന്നിതേ. ബാണം മട്ടു ധനുസ്സു മട്ടു സിതമട്ടു കണ്ണാടി മട്ടേണാങ്കല മട്ടു മട്ടുമധികം മട്ടുന്ന മട്ടദ്ഭുതം. ആഹാ, ആരുടെ ശ്ലോകമാണിത്? ആദരിയാണ് ആദരിയാണ് ആദരിയാണ്. ഓക്കെ, ഞാനല്ലേ? അതെ. ബ്രഹ്മാവിന്റെയും അന്തകന്റെയും അഹോടിപ്പാട്ടുമെന്തിൽ കിടന്നമ്മേ ഞാൻ വലയുന്നിതെത്ര യുഗമാണിതിൻ മോചനം. ധർമാധർമ്മ പരീക്ഷണം
ഇനിമേൽക്കാലന്റെ കച്ചേരിയിൽ ചെമ്മേ ഹാജര നിക്കിളച്ചു തരണേ തദ്ദർശനം കർശനം. ഉറവങ്കര ഉറവങ്കര അല്ലേ? ഉറവങ്കര ശ്ലോകം. രേവതി. ധർമ്മം കോരി നിറച്ചു നീ ഇരുകരം കൊണ്ടും കരിഞ്ഞു കിടക്കുന്ന കൽഹാരമായി വരാൻ എന്നും ധന്യമരോർമ്മ ഞങ്ങളിലുണർന്നിരുന്നു നക്ഷത്രമാ. രമേശൻ നായർ. രമേശൻ നായർ. എ. ഫസ്റ്റ് രേവതി മ്യൂട്ടായി. എല്ലാ നേരവും ഏകനായി അജിത സങ്കൽ മ്യൂട്ടായ. പോയിട്ടോ. രേവതി സൗണ്ട് പോയി. ാകിലും തലയിലെത്തി പാകിലും വൈലോപ്പിള്ളിയെ പറ്റി വി. കേശവൻ നമ്പൂതിരി പക്ഷെ അത് മുഴുവൻ കേട്ടില്ല. അക്ഷരം ഒന്നുകൂടെ എന്താണ്? ചൊല്ലുവോ? പക്ഷെ മുഴുവൻ കേട്ടില്ല. ഒന്നുകൂടെ ചെല്ലാമോ? ചൊല്ലാം. എല്ലാ നേരവും ഏകനായി ഹരിത സങ്കൽപ്പങ്ങൾ പൊട്ടിച്ചെടുത്തുല്ലാസത്തോടും ുലാത്തേടും തെല്ലൊന്നങ്ങിടയും ആരെയും ഉടൻ താഴത്തു വിട്ടും തനിക്കെല്ലാമായവരാകിലും തലയിലേറ്റിടും തെല്ലെന്നുള്ള തേടി തേടി നടന്നു കാലടികഴക്കട്ടെ. ഹലോ പക്ഷെ അടുത്ത എന്റെ അല്ലേ? ഹലോ ഹലോ ഉമേഷ് തന്നെ. അതെയോ? ഉമേഷ് തേടി തേടി നടന്നു കാലടികഴക്കട്ടെ ഭവത്കീർത്തനം പാടി പാടി വരണ്ടുണങ്ങുകിലുണങ്ങിടട്ടെ ജിഹ്വാഞ്ചലം കൂടെ കൂടെ നടത്തുമർച്ചന തളർത്തിയിടട്ടെ കൈ രണ്ടും ഈ കൂടാത്മാവു വടിഞ്ഞിടും വരെ ഹരേ നിന്നെ സ്മരിച്ചാവു ഞാൻ. ഹരിയോടാണ് കേട്ടാ, ഹരിയോടാണ്. വി. കെ. ജിയുടെ ശ്ലോകം. ചൊല്ലാം. കോപിക്കുന്നമ്മ അച്ഛൻ വിടു തലയിലെടുക്കുന്നൊരീ ഗംഗ പോട്ടെ പണ്ടേ വന്നു ചേർന്നോടി വളറുമുഖ തൊഴകെന്നെ വിട്ടെങ്ങിനിപ്പോം രോഷത്തിൻ വീർപ്പിലെല്ലാ മുഖവും ഒരു ഞൊടിക്കുത്തരം നൽകി ഒന്നിച്ച് ആഴിക്കഭിച്ചു വാർദ്ധിച്ചു ജഗനിധിയിലെ ചമ്പുഷിച്ചപ്പരിച്ച് രാക്ഷം. ഉണ്ണിമാഷയുടെ ശബ്ദമോ? എൻഡീഷ് ഉണ്ണിമാഷ്. ആരാണ്ടൊരു ഒരു വൈറ്റ് ബോർഡിൽ വൈറ്റ് ബോർഡിൽ കണ്ടു. അതെ, ഒരു വൈറ്റ് ബോർഡ് കാണുന്നു. ഓക്കെ. എഴുതിയെടുക്കുമായിരിക്കും ചിലപ്പോ ശ്ലോകങ്ങള്, അറിയില്ല. ഓക്കെ. സീമ
ഞാൻ എഴുതി അക്ഷരം വെച്ചിട്ടുണ്ട്. കേട്ടില്ല, സോറി. രാ രാ രായണ കായണം. രേവതിയുടെ രാ. ര. രേവതിയുടെ രാ. ആ, ഗായ രാ. സർ ഗായ രായാണ്. ര. രാ എന്നാണ് പറഞ്ഞത്. ആ റാണ്, അതെ അതെ റാണ് റാ. രണ്ടു കൈയിലുമുരുണ്ട വെണ്ണയുമിരുണ്ടു നീണ്ട കചഭാരവും കണ്ഠദേശമതിൽ വണ്ടണഞ്ഞ മലർ കൊണ്ടു തീർത്ത വനമാലയും പൂണ്ടു പായസവുമുണ്ടു കൊണ്ടഴകിലണ്ടർഗോന്നതിയിലാണ്ടെഴും കൊണ്ടൽ വർണ്ണ ജയമണ്ടി വന്നു കുടിക്കൊണ്ടു കൊൽക മനമേറിമേ. വെൺമണിയല്ലേ? അറിയില്ല. അതെ വെൺമണിയാണ്. വെൺമണിയാണ്. വെൺമണി. ആ. അക്ഷരം പ. പഞ്ഞമേറിയ കറു സകർക്കിടക രാത്രി യാത്ര പറയുന്നിതാ. അയ്യോ പെട്ടെന്ന് പറഞ്ഞു. ചിങ്ങമാസമണയുന്നു ശൃംഗസുമസുന്ദരാംഗി മലർമംഗപുൽ മുങ്ങി നീർന്ന വയലേല തൻ നെടിയ വീർപ്പു വിട്ടു കതിർമുട്ടിനെ പൊന്നുഷസ്സു തഴുകുന്നു തൻ കനക കന്തളം തൊഴുത കൈകളൽ. വായിക്കാൻ പറ്റുമെന്നായിരുന്നു. കുസുമമഞ്ജരി 2 ശ്ലോകങ്ങള് നമ്മള് വൃന്ദരയിൽ നിന്ന് ശാർദൂല മിത്രത്തിൽ നിന്ന് ഒരു മോചനം. ലക്ഷ്മി. മണിമണ്ഡല സ്വനമുയർന്നിടാതെ അതിസാഹസപ്പെട്ടിഴഞ്ഞു കഥ കൊച്ചയറ്റ വിധമായി തുറന്നു ചരിതാർത്ഥനായി കട്ടിലിൻ മുകളിലെത്തി നിന്നുറിയിൽ വച്ച വെണ്ണ മലർവായ്ക്കകത്തിട്ടു കട്ടുപുലരുന്ന തസ്കര കലാവിശാരദനു കൈതൊഴാം. കുസുമമഞ്ജരി തുടരുന്നു. എനിക്ക് അങ്ങനെ കുസുമമഞ്ജരി അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല, അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതിനം മറന്നു കുശലോദന്തങ്ങൾ തമ്മിൽ ചെവിക്കൊണ്ടിട്ടിപ്പോൾ ഇരുണ്ടു നീണ്ടൊരിരു പന്തിരണ്ടു തീരാർമുമായി ഉണ്ടിന്നും പ്രിയത്തോഴി മത്സ്മരണയിൽ പൊന്നിൻകിനാവായിരം ചെണ്ടിട്ടീടിന രണ്ടിളം കരളു ചേർന്നൊന്നായൊരന്നാളുകൾ. പ്രേംജി. ഉന്നത പ്രതിഭനാം വിദർഭവരൻ പതിയാകുവാനുന്നിയൻ അതു തന്നെ ഭൈമിയു പുറത്തിരുന്നു ഫലമെന്തുവാൻ കന്ന നേർമിടി രഹസ്യമായി വിട്ടയൂർവി ദേവനയച്ചതിൽ തന്നെ വസ്തുത തെളിഞ്ഞിടുന്നു തകരാറിലാക്കിയതു നീയൊരാൾ. കാളമേഘമിട്ട തിങ്ങി വിങ്ങി അല്ലേ? അതെ. കാളമേഘമിട്ട തിങ്ങി വിങ്ങി ബത ഭംഗിയേറുവിടി മിന്നലും മേളമോട്ടു ജലധാരമാരികളും എത്രയും ബഹുമനോഹരം. അർദ്ധരാത്രി സമയം സമാഗതമുദിച്ചു ചന്ദ്രനു മഹോദത സിദ്ധചാരണ സുരാവലികൾ ഉദ്ധതം ദിവി മഹോത്സവം.
ഗായത്രി ചൊല്ലിയത് പി ജി നായരനാണ്, വിദ്വാൻ പി ജി നായരുടെ നളോദയാണ്. ഓ, നളോദയത്തിലെയാ? ഓ ശരി. ആ ചെമ്പനി കുസുമമരിക്കുണർന്നു രാഗസുഖസൗരഭം പുഴയിൽ മുങ്ങി മാർഗഴിയിലും നവവത്സരം തുമ്പി വെള്ളി മലയാളമംഗയുടെ അന്തംഗമതികം. രേവതി ആരുടെയാന്ന് ഓർക്കണ്ടേ? ഞാൻ ഓർമ്മ, എനിക്ക് ഓർമ്മ. മോഹനൻ മൂലയാണോ? ആണോ? മ്യൂട്ടായി പോയി. മാത്രമല്ല ഇടയ്ക്ക് ഇങ്ങനെ മുറിയുണ്ടായിരുന്നു അക്ഷരങ്ങളൊക്കെ. രേവതി സൗണ്ട് മോഹനൻ മൂലയിലാണോ അത്? ആ അതെ, സൗണ്ട് കുറച്ചും കൂടി അടുത്ത് നിന്ന് പറയാമോ? ഇത് വെക്കണില്ലല്ലോ, മറ്റേ വീഡിയോ വെക്കാത്ത കാരണം കുറച്ചുകൂടി അടുത്ത് പറഞ്ഞാൽ കുറച്ചുകൂടി സൗണ്ട് കേൾക്കുന്നു. ഞാൻ എടുത്തു വെച്ചിട്ടാണ് സാറേ പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ ശരിയുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഭാസ്കര മാഷ്. അമ്മ രണ്ടിവന് താതനും സഹജനൊന്നു മാത്രം, ഒരു പെങ്ങളുണ്ടംബുജാത ഒരു സുന്ദരാംഗി, മറുമാറിലുണ്ടിവനു നിത്യവും. അമ്പുജാക്ഷികൾ അനേകമുണ്ട്, പദസേവ ചെയ്വതിനു വേറെയും, വമ്പിവന് പലതുണ്ടു കേൾക്കിലുടനമ്പരന്നു വലയും ജനം. ഗോവിന്ദൻ മാസ്റ്ററുടെ വരികളാണ്. നല്ല ക്ലിയർ ആണ്. ഇപ്പൊ നല്ല ക്ലിയർ ആയി. ഗോവിന്ദൻ മാഷ്. ആയല്ലേ? അമ്പുജാക്ഷി അല്ലേ? ആയല്ലേ? അല്ല, ആയാണ്. താന്നാ ഞാൻ കേട്ടത്. പക്ഷെ അമ്പുജാക്ഷി എന്നുള്ളത് അത് തോന്നിയില്ല. അമ്പുജാക്ഷി ഞാൻ തോന്നുന്നു. മാഷെ, ഭാസ്കര മാഷെ ആയല്ലേ? അമ്പുജാക്ഷികൾ. ആ കുസുമഞ്ചേരി അങ്കണേ ഘടിതരിംഗണം ചലിത കിങ്കിണീകൃത ഘണാഘണം ചഞ്ചലാളകുലാകുലം തരളലോചനം ദുരിതമോചനം അങ്കുരദ്വിഷദജന്ത കുട്മളവിലോഭരീയവദനാംബുജം ശംഭരേശം അഭിചിന്തയാമി ശിശും ഇന്ദ്രനീലമണിമേചകം. ലീലാശുവന്റെ. ഉമേഷ്, ഇനി നമുക്ക് മറ്റേ സദസ്സിൽ ആർക്കെങ്കിലും ചൊല്ലാനുള്ള അവസരം കൊടുക്കാം. ആയാണ് അക്ഷരം. ഞാൻ പറയാം. സദസ്സിലുള്ളവർക്കും ചൊല്ലാം. കൈ ഉയർത്തിയാൽ മതി, ഞങ്ങൾ വിളിക്കാം. ഒരു മിനിറ്റ് ഇപ്പൊ പറയാം. ഇപ്പൊ പറയാം. അങ്ങ് തുടങ്ങല്ലേ? തുടങ്ങാറായിട്ടില്ല. അതെ, നമ്മള് വൃത്തമൊന്നും പറയണ്ട. ഈ സദസ്സിലുള്ളവർക്ക് ഒരു അവസരം കൊടുക്കുവാണ്, അതാണ്. അല്ലാതെ എപ്പോ വേണമെങ്കിലും അടുത്ത അക്ഷരം അറിയാവുന്നവർക്ക് കൈ ഉയർത്തിയാല് ഞങ്ങൾ ചൊല്ലാൻ അവസരം തരാം. അതെ, ഞാൻ ചോദിക്കട്ടെ, കണ്ണൻ ചെല്ലണോ? കണ്ണൻ ചെല്ലിക്കോളൂ. ഒരാളൊരു കുട്ടി ചൊല്ലുണ്ട്, അത് കഴിഞ്ഞിട്ട് ചൊല്ലിക്കോളൂ. അഴകെന്നും ക്ഷണവർത്തിയല്ലയോ, മഴവില്ലു മറഞ്ഞു പോം നിറത്തഴമാനത്തു നിവർത്തവാറുടൻ. നാളെ കണ്ടില്ലല്ലോ. ഇത് കണ്ണൻ ജയദേവകൃഷ്ണൻ ഇല്ലേ? ജയേട്ടന്റെ മകനാണ്. ശരിയാ. കണ്ടോ? അതാ ജിതമന്യു എന്നാണ് പേര്. ശരിയാ.
അപ്പൊ അക്ഷരം ഏതാണ് മൂന്നാമത്തെ അക്ഷരം? കേട്ടില്ല. മായല്ലേ? മായല്ലേ? മാ. മാ മാ അഴകൊള്ളുവതെന്തിനാണു നാം അഴകെന്നും ക്ഷണവർത്തിയ മഴവില്ലും അല്ലയോ മഴവില്ലു മാ മ. എസന്റെ ഇത് ഓൺ ചെയ്തിട്ടില്ല. മൈക്ക് മ്യൂട്ടാണ് എസന്റെ. കേൾക്കുന്നില്ല. എസന്റെ മൈക്ക് മ്യൂട്ടാണ്. മൈക്ക് മ്യൂട്ട്. അത് ഇവിടുന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? അടുത്ത എസ് ഉമേഷ് ഓൺ ചെയ്യാൻ പറ്റുമോ? ഹരിദാസിന് പറ്റുമെന്ന് അറിയില്ല. ഇല്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഇവിടുന്ന് ചെയ്യണം. ഇല്ല, പറ്റുന്നില്ല. എനിക്കും പറ്റുന്നില്ല. എസൻ മൈക്ക് ഓൺ ചെയ്യാമോ? മൈക്ക് മ്യൂട്ടാണ്. മൈക്കിന്റെ ചിഹ്നത്തിലും തൊടാമോ? മൈക്കിന്റെ ചിഹ്നം ഇടതുവശത്ത് മൈക്കിന്റെ ചിഹ്നം ഉള്ള അടുത്ത് അദ്ദേഹത്തിന് പറ്റുന്നില്ല. വിളിച്ചോട്ടെ. അദ്ദേഹം ആരെയും വിളിക്കുന്നുണ്ട്. അവിടെ ആളുണ്ട്. ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹത്തിന് ശരിയാവുന്ന വരെ വേണമെങ്കിൽ എനിക്ക് സീമ വേറെ ആരെങ്കിലും ഉണ്ടോ അടുത്ത ആഴ്ച ചൊല്ലാൻ? അറിയില്ല ഇവർക്ക്. മൈക്ക് മ്യൂട്ടായി പോയി. മൈക്കെല്ലാം തൊട്ടാ മതി. ആ മൈക്കിന്റെ ചിഹ്നത്തിലും തൊട്ടാ മതി. കാണാൻ പറ്റില്ലേ? ഇവിടെ തൊട്ടാ സ്ക്രീനിൽ തൊട്ടാ മൈക്കിന്റെ വരും. കമ്പ്യൂട്ടർ ആണെന്ന് തോന്നുന്നു. അപ്പൊ കമ്പ്യൂട്ടറിലാണോ? മൗസ് ക്ലിക്ക് ചെയ്യേണ്ടി വരും അല്ലേ? നമുക്ക് ഇവിടുന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? മ്യൂട്ട് ചെയ്യുമ്പോ ഇപ്പൊ ശരിയായി. ശരിയായി. ചൊല്ലിക്കോളൂ. മായാണ് അക്ഷരം. അതെ മാ മാ ചൊല്ലിക്കോളൂ. ഒരു കുട്ടി ചൊല്ലിയായിരുന്നു ഇതിനിടയ്ക്ക്. അപ്പൊ മാ. കണ്ണൻ ഇപ്പൊ ചൊല്ലി. ചൊല്ലിപ്പോയി. വേറെ ശ്ലോക. വേറെ കൂടിയിട്ട് സത്യഗ്രഹത്തിനിവിട മാധവൻ ഒന്നുകൂടി ചെല്ലാമോ? മുഴുവൻ ക്ലിയർ ആയില്ലായിരുന്നു. ഒന്നുകൂടി ചെല്ലാമോ? ഇപ്പോൾ അത്യന്തം ക്ഷീണനായി ചെലവിനുമില്ലാതരിഷ്ടിക്കത്രേ മത്തേഭാളി സഹായത്തോടു തെരൂജനം കൂട്ടുകൂടിയിട്ട് സെക്രട്ടേറിയറ്റിൽ സത്യഗ്രഹത്തിനിവിട നിലവിത മാധവൻ നായരോജി എന്നീ കൃഷ്ണവാര്യർ. ഇതുപോലത്തെ സാധനം ഇദ്ദേഹത്തിന് കിട്ടുള്ളൂ. നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അല്ല, നമ്മളെന്തോരം അപ്ഡേറ്റ് ആവാനുണ്ടെന്ന് നോക്കിയാൽ ആലോചിച്ചോ. എന്തോരം അപ്ഡേറ്റ് ആവാനുണ്ട് നമ്മളൊന്ന് ആലോചിച്ചു. നമുക്കാകെ ഒരു പ്രത്യേകതയുടെ അറിയുള്ളൂ. എല്ലാ തവണയും എനിക്ക് ഞാൻ അക്ഷരം ചോദിക്കേണ്ടി വരികയാണ്. സോറി, ക്ലിയർ ആവണില്ല. മാന്നല്ലേ? അത് ഉമേഷോ കണ്ണനും കാര്യം എല്ലാ ശ്ലോകം കഴിഞ്ഞാലും അക്ഷരം എന്താ പറഞ്ഞാൽ മതി. ഉമേഷ് പറഞ്ഞാൽ മതി. അല്ലാതെ ക്ലിയർ ആവായാണ് മൂന്നാമത്തെ സൗണ്ട് ലീഡ് ചെയ്യുന്ന ഉമേഷ് ഒന്ന് പറഞ്ഞാൽ മതി. അക്ഷരം എന്താ എല്ലാവർക്കും ഞാൻ പറയാം. അല്ലെങ്കിൽ ചൊല്ലുന്ന ആള് തന്നെ പറയുക. അപ്പൊ കുറച്ചുകൂടെ. ഞാൻ പറയാം. എന്റെ ചൊല്ല കേൾക്കണില്ലേ? ഞാൻ മൗനത്തിൻ ശംഖനാദം മധുരമിത പൊഴിക്കുന്നു പൂന്തിങ്കളൊക്കും ദാനത്തിൽ പുത്തനാം പൊന്നൊളി പകലവനും പാകിടുന്നുണ്ടു പണ്ടേ ഈണത്തിൽ ചേർത്തിടുന്നു ചരവും അചരവും നിസ്തുലാഹ്ലാദമോലും പ്രാണസ്പന്ദികമേളം നിയതിയുടെ കളിക്കൂർത്തരങ്ങെത്ര കേമം. അക്ഷരം
ഈ രണ്ടാളുകൾ നിന്നെ വിട്ടുപിരിയാതൊപ്പം നടപ്പുള്ളതി പാരുണ്ടായ മുതൽക്ക് കാലനിതിനായി കൽപ്പിച്ച ശിപ്പായിമാർ വാറണ്ടും വടിയും വഹിച്ചൊരു പുമാനെ കൊണ്ടുപോന്നിടുവൻ ഈ രണ്ടിൽ കുറയാതെ കണ്ട് യമലോകത്തിനകത്തുണ്ടിവർ. ശിവള്ളി അക്ഷരം വാ. മധുരം കിനിവരാ സുകൃതമേ ഹരിക്കുടയമാറിലണയാത്ത മഹത്വമണി ദീപകലികേ ഗിരീശ ഭഗവാനുടയ തൃത്തുടലിലാണ്ടു വിദ്രുമലതേ ഹരിക്കുകമതീയ ഹൃദയാന്ധ്യമതിലക്ഷര വെളിച്ചമൊട്ടു വന്നു വരതേ. അത് ഏത് വൃത്തമാണ്? ചെമ്പ് നടനമോ? അല്ലല്ല, ഒന്നുകൂടെ ചൊല്ലുക. അരിയന്നൂരിന്റെ അരിയന്നൂരിന്റെ ഒരു വൃത്തത്തിന് പേരില്ലാത്ത വൃത്തത്തിൽ പെടുന്ന കുറച്ച് ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു, അതാ. ഓ അത് ശരിയാ. ഞാൻ പൃഥ്വിയാണെന്ന് വിചാരിച്ചു തുടങ്ങിയപ്പോ, ഇല്ല, പക്ഷെ പകുതിക്ക് വെച്ചത് മാറിപ്പോയി. അപ്പൊ 26 അക്ഷരം ഉണ്ടെന്ന് തോന്നല്ലേ? ഓ ശരി. ഗായല്ലേ മോളെ? അതെ, ഗായാണ്. ഇത് ശംഭു നടന്ന വിരിഞ്ചവദനം എന്നുള്ളത് ഇത് പുസ്തകത്തില് അങ്ങനല്ലേ ആ വൃത്തമാണോ? ഒരു വരി മധുരം ഇനി ഒരാ സുഹൃതമേ. ഓക്കെ അത് ചൊല്ലിയപ്പോ മനസ്സിലാകാനാണ്. ശംഭു നടന്നതാണ് എഴുതിയേക്കണം കേട്ടോ ലക്ഷ്മി. ജടാപരമൊഴിഞ്ഞു തിങ്ങി എന്നുള്ള ട്യൂണുണ്ട്. ജടാപരം. അതെ അതെ, ഓക്കെ. അക്ഷരം ഞാനാണോ? അല്ല ഞാനല്ല, ഞാൻ ഹരിദാസ് ഗ. ഹരിദാസ് ലക്ഷ്മി. ഗീതയുടെ ഗ. ഗീത ഉണ്ട്, പക്ഷെ ഗാനത്തിന്മേൽ ഗാനം ഗീതാചാര്യൻ വെച്ചൊന്നും തോന്നണില്ല. ഗംഗാഗീതാച ഗൂഢം പാതിരയിൽ ഗോപാലനോർത്ത് വെച്ചൊന്നും തോന്നണില്ല. ഞാൻ വീട് അടുത്ത ആൾ ചൊല്ലിക്കോളും. കാവച്ചൊന്നും തോന്നണില്ല. ഗായത്രി ചൊല്ലിക്കോളും. ഗായത്രി കഴിഞ്ഞ ഹരിദാസിന് ചൊല്ല. ഗ്രാമശ്രീയാണ്. ക്ലിയർ ആവണം. നീ ഇത് ഓഫ് ചെയ്തോളൂ, മറ്റേ വീഡിയോ ഓഫ് ചെയ്തിട്ട് ചൊല്ലിക്കോളൂ. വീഡിയോ ഓഫ് ചെയ്ത് ചൊല്ലിക്കോളൂ. ധീമതാം പരമധീതി തൽപരതപാൽ വഹിപ്പതുപസ്കതാൻ കാമമുക്തിയത്തിൽ വാഗ്മികൾക്കു പരമീ വിധം നിയമനം പുരാരാമനിക്തി ഭരിച്ച നാളുമിഹ കേൾപ്പതില്ല വിധി ചെയ്തതാ. മോളെ അക്ഷരം പറ മോളെ. ഹരിദാസ് പറഞ്ഞാണ് കാമമുക്തി. കാമമുക്തി അത് അന്യാവകാശം തമ്പുരാന്റെ കോയി തമ്പുരാന്റെ കേട്ടോ ഉമേഷ്. അന്യാവകാശം തർജ്ജമ വലിയ കോയി തമ്പുരാന. എന്താ പെട്ടെന്നൊന്നും വരാതെന്ന് ഒന്നൊക്കെ പറഞ്ഞടിയല്ലോ.
കൊഞ്ചും മഞ്ചീരം ചൊല്ലണം. കൊഞ്ചും മഞ്ചീരം ഓമൽ തരിവള ഇളകും കിങ്ങിണി ചാർത്ത് ഗന്ധം തഞ്ചും വ്യാലോല ശോഭാലളിതം ഇളതള ശ്രീലസൽവന്യമല്യം ചെഞ്ചുണ്ടിൽ പുഞ്ചിരിപ്പാലമൃത് മഷിയണി തൃക്കടക്കണ്ണിലോജസഞ്ചും കാരുണ്യപൂരം സതുജയതു പുണ്യപൂരം സതുജയതു സതുജയതു മമ സതുജയതു ഘനശ്യാമളൻ കോമളങ്കൻ ചാഞ്ചാട്ടിത്തരമോട്ടു മാതൃസവിധേവൻ ചാരുമന്ദസ്മിത പഞ്ചാര പൊട്ടിയേകി വെണ്ണ പകരം കെഞ്ചാൻ തുടങ്ങും വിധൗ തൻചാരത്തണയാൻ സഖാക്കളതിയായ 5-6 പേരൊത്തുടൻ സഞ്ചാരം തുടരുന്ന കണ്ണ കളകൻ നെഞ്ചാളിടും സങ്കടം. അരിയനൊരു അഷ്ടപ്രാസം. സഞ്ചാരത്തണയുന്നല്ലേ? സഞ്ചാരത്തണയും സഞ്ചാരത്തണയാൻ സഖാക്കളതിയായ അണയും അണയും സഖാക്കളാണ്. ഞാൻ അണയാന്നാണ് പഠിച്ചു വെച്ചേക്കണേ. പരമിതെന്തു അല്ലല്ല, അക്ഷരം വോളിയം വരാത്തോണ്ടാണ്, ശബ്ദം വരാത്തോണ്ടാണ്. രേവതി സൗണ്ട് ഒന്നുകൂടി. ക്ലിയർ അല്ല. ഏതെങ്കിലും ഇയർഫോണോ മൈക്രോഫോണോ വല്ലതാണോ ഉപയോഗിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചൊല്ലിയാല് കേൾക്കാം. ഇയർഫോൺ ഇല്ല. നേരെയാണോ? ഇപ്പൊ ക്ലിയറാ. ഇപ്പൊ ചൊല്ലിക്കോ. അടുത്ത് വന്നിട്ട് പരമിതെന്തു ചെയ്യുമൊരു തുമ്പിനെക്കാളുമില്ല പണി കൊല്ലുവാനിതിനെ വാഴുമെത്രയിതു വാഴ്കിലും ആളുകൾക്കു പുനരെന്തു പേടി അവർ പേരു കേട്ടുമുടലോടിടും കാളും ഉഗ്രവിഷമുള്ള വാൾമുനയതിന്റെ തീവ്രത കത്തിപ്പതോ. അതും അന്യാപദേശ ശതകം തർജ്ജമ കേരളവർമാലിയ തമ്പുരാൻ കീടക്കഷ്ടന വൃശ്ചിക എന്ന തർജ്ജമ. ആ അക്ഷരം ആറുവക്ത്രമൊരു പുത്രനുണ്ടപരനാനമോറനവനൂണുകൊണ്ടാറുകില്ല ജഡരാഗ്നി ഭൂതഗണമേറെയുണ്ടു പദസേവയിൽ ആറൊരുത്തി മുടിയിൽ സദാമടിയിൽ വേറൊരുത്തി പരപോറ്റുവാൻ വേറെ എന്തു വഴി തിണ്ടുമീദൃശദശാന്തരത്തി അളകേശനും. എൻകെ ദേശം. അക്ഷരം തടഞ്ഞ് ഞാൻ വിട്ടുപോയി. അരിയനോടി സാറിന് ഒരെണ്ണം ഒരു രസമുണ്ട് ഇതിന്റെ പുറകെ തന്നെ. ആറൊരുത്തി മുട്ടി വേറൊരുത്തി മട്ടി എന്ന് പറഞ്ഞുണ്ട്. അറിയില്ലല്ലോ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞു. അവരെ തുടർച്ചയായിട്ട് 2-3 ഉണ്ട്. അതിന്റെ 3ാമത്തെ അക്ഷരം വായാണ്. അതിന് വേളിക ഇതൊരു പിന്നെ ഒളിസേവ എന്നിങ്ങനെ 3 തുടർച്ചയായിട്ട് ഉണ്ട്. ആയിക്ക് സത്യത്തില് ക്രിസ്തോഞ്ചേരിയിലൊന്നും ഓർമ്മ വരുന്നില്ല. അപ്പൊ ആറ്റിലെത്തി എതിരെ കുളിച്ച് അറിയില്ല. ഇല്ല, ഇതിന് ഒന്നും ഓർമ്മയില്ല. എന്നാല് വേറെ ചൊല്ല്. അരിക്കകത്തു വല്ലതും വരയ്ക്കലല്ല 3 നാളടച്ചു വച്ച പുസ്തകം തുറക്കലല്ല വിദ്യയെ ഗ്രഹിച്ച നിന്റെ പുറം മതിച്ചു നീ
ജഗത്തിനായി തിരിച്ചു നൽക കിട്ടിടും സരസ്വതി കടാക്ഷവും. കുട്ടികൾക്കൊക്കെ അതറിയാം. ഉമേഷിന്റെ സ്വന്തം ഉമേഷ് ശ്ലോകമാണ്. പഞ്ചജാവരം അക്ഷരം ഗ. ഈ ശ്ലോകം എഴുതിയ ആളാണ് കേട്ടോ ഉമേഷ്. ഈ അതെ ശ്ലോകം എഴുതിയ അതെ ആളാണ്. അതെ. അക്ഷരം എന്താണ്? അല്ല ഗ. സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ ചൊല്ലാൻ വേറെ? ഈ മനസ്സിലായില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്റെ എസ് ഗ ഗ എൻ കഴിഞ്ഞിട്ട് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എസ് എൻ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. അദ്ദേഹം ഗ കഴിഞ്ഞിട്ട് ഗ. വിളിച്ചു. ഗ. ജീവിതം അല്ലേ? ഇല്ല ചൊല്ലിക്കോ ഗംഗ സാർ ഗംഗ ചൊല്ലിക്കോ. ഗായാണ് ഗ. ഗംഗ ആ. ഗംഗ. ഗംഗയുടെ ഗ. ജീവിക്കാൻ മാറി മാറി കഴകം അല്ലല്ല മാറിപ്പോയി അക്ഷരം മാറി. ഗ ഗ ഗ ഗംഗ ഗായ. ഗംഗ 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 ഗംഗ. ചാലാണോ? അല്ല ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗൗരി ഗംഗ. ഗ ഖ ഗ ഗ ഖ ഗ. ഗുരുവായൂർ ഗ ഗ. അക്ഷരം മനസ്സിലാവില്ലേ? ഗുരുവായൂരിന്റെ ഗ. ഗുരുവായൂർ ഗ. ഒന്ന് എഴുതി കാണിക്കോ? ഇല്ല ഗണപതി. ഗണപതിയുടെ ഗ. ഗീതയുടെ ഗ. ആ, ആ, ശരി. ഊഢം കാതിരയിൽ ആ നൂറിപ്പോയി ശിശുമൂഢക്രിയയിലും കൈപ്പെട്ടു ഗോപാലനായി ആടിപ്പാർ നടന്നു. ചേലയും കൂടെ കണ്ടുമുടിച്ചോ പുള്ളിക്കായി നമിക്കാദ്യമായി വി കെ ജിയുടെ ശ്ലോകം. സീമ ആ. അനുഗ്രഹിക്ക നിങ്ങളൻ തലയ്ക്കുമേൽക്കരങ്ങൾ വെച്ചെനിക്കതൊന്നു മാത്രമാണപേക്ഷ പോയിടട്ടെ ഞാൻ. ദിനാന്ത സൂര്യരശ്മി തട്ടിടാത്ത നാട്ടിലൊന്നിൽ നാം അനാകുലം സുഖിക്കുമന്നു കണ്ടിടാം പരസ്പരം. സിസ്റ്റർ മേരി ബെനിഞ്ച അല്ലേ? അതെ. ദ അക്ഷരം അക്ഷരം ഗായ. ദയ. ദയയുടെ ദീനപ്പായിലുരുണ്ടു കേണുമിഴിനീർ ചിന്നുമ്പോഴോർപ്പൻ മരിപ്പാനും വയ്യ അഖിലേശ്വരന്റെ അനുവാദം വന്നു ചേരും വരെ. ഊണില്ലാതെ ഉറങ്ങിടാതെ കഷണിച്ചെന്നെത്തലോടും പ്രിയേ ഞാനീ മംഗലസൂത്രം ഒറ്റ വലിയാൽ പൊട്ടിക്കെടുക്കട്ടെയോ. അക്കിത്തം ലക്ഷ്മി അക്ഷര ഊ ആണോ? ഊ ആണ് അക്ഷരം. ഊണില്ലാതെ കൂട്ടി കൊട്ടിടും കരളുമാ തപ്താശ്രുബിന്ദുക്കളൊത്തുത്കണ്ഠാകുലമായ നീൾമിഴികളിൽ തെല്ലാശതന്നാമ്പുമായി ഒക്കത്തുൾക്കടമായി വിശന്നു കരയും തന്നോമന കുഞ്ഞുമായി നിൽക്കുന്നു ഗൃഹലക്ഷ്മിയാൾ ഇരുളിഴഞ്ഞെത്തുന്ന മുറ്റത്തതാ. ഓ അല്ലേ? ഓ. ഒട്ടാണ്ടൻ അച്ഛൻ അത്യാദരമൊടു തവ തൃക്കോവിലിൽ ശാന്തി ചെയ്തു മുട്ടാതെന്നമ്മ ഭക്ത്യാ തൊഴുതു നടയിൽ നിന്നങ്ങയെ തിങ്കൾ തോറും കിട്ടാൻ പാടില്ലയോ തത്കൃത സുഹൃതമിവൻ അല്പവും ഭ്രഷ്ടനാക്കപ്പെട്ടാലും പുത്രനില്ലേ പിതൃജന മുതലിൻ
പിന്തുടർച്ചാവകാശം. പ്രേംജി വീണ്ടും അല്ലേ? അതെ. ക അക്ഷരം ക. കാലുനാലുമൊരുമിച്ചെറിഞ്ഞു തല പൊക്കിയാഞ്ഞൊരു കുതിക്കലാൽ നാലു നാഴിക വഴിക്കുമേൽ ഘുരമടിച്ചടിച്ചു പുനരങ്ങനെ പാലുപോൽ പതയൊഴുക്കി നീളരഥമാർഗമാർക്കുമറിവാൻ വഴിച്ചാലു തീർത്തിതു ചതുരംഗമങ്ങളതിഭംഗി പൂവിടുന്നതിനു മത്സരം, കളികളാടിടുന്നതിനു മത്സരം, നാവിളക്കുവതു മത്സരം, നരനു ജീവിതം കൊടിയ മത്സരം. തോൽവി പെട്ടുലവമെങ്കിലപ്പോഴവനാവി പോയി പുതുമയ്ക്കെഴും കാവി ചേർപ്പു കരളിനകത്തു കവിയുന്ന തീവ്രകഥനം ക്ഷണം. എന്റെയാണ് തോന്നുന്നില്ല, അതോ വികേജ് ആണോ? ഓർമ്മയില്ല. VKG ആണെന്ന് തോന്നുന്നില്ല, കേട്ടില്ല. എന്റെ ആയിരിക്കും. എന്തുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത്? രേവതി കുറച്ച് അടുപ്പിച്ച്. രേവതി കേൾക്കണില്ലേ? രേവതി ഹലോ, കേൾക്കുന്നില്ലേ മാഷേ? ഇപ്പൊ കേൾക്കാം. പറയുമ്പോ കേൾക്കും നന്നായിട്ട്. ശ്ലോകം ചെല്ലുമ്പോഴാണ്. ശ്ലോകം ചെല്ലുമ്പോ അങ്ങോട്ട് പുറകോട്ട് പോകുള്ളതാണ്. ലയിച്ചാണ് ചെല്ലണത്. അവള് ചെല്ലണത് കാണുന്നതാണ്. അത്രയ്ക്ക് ലയിച്ചാണ് ചെല്ലണത്. മൈക്കിന് ചിലപ്പോ വൃത്തറിയായിട്ടാണോ അറിയില്ല. കേൾക്കുന്നില്ല മോളെ. ഇല്ല ഇല്ല, ഒന്നൂടെ അടുപ്പിച്ചല്ലോ. ഇല്ല മോളെ, ഇല്ല കേൾക്കുന്നില്ല. ഫ്രീക്വൻസി മൈക്കിന് പിടിക്കാൻ പറ്റുന്നില്ല, അതാ പറ്റിയേക്കുന്നത്. രേവതി ഒന്നൂടെ അടുത്ത്. അതാ അച്ചാച്ചന്റെ ഫോണിലാണ് അവൾക്ക് മറ്റേ ഇതുള്ളൂ, ഈ സൂം ഉള്ളൂ. അതാണ് ഒരു നമ്മുടെ ഫോണിൽ സൂം ഇല്ല. മുരാരേ നട്ടുവിൽ വട്ടി വെഴും പണതാർപ്പണബന്ധോ ചൊൽക്കൊണ്ടിടു കൊള്ളിപ്പതി ഭവാനോ ഭവാനോ ഭവാനോ. NK ദേശം സാറിന്റെ കൃതിയാണ്. അല്ലല്ല, ദേശസാറിന്റെ അല്ല കേട്ടോ. തെക്കൻ കൈലാസം അല്ല, തെക്കൻ കൈലാസം ആരുടെയാന്ന് ദേശസാറിന്റെ അല്ല കേട്ടോ. അത് തെറ്റാണ്. നോക്കാം. അല്ലല്ല, അത് പഴയ ഇതാ, പഴയ ശ്ലോകം. അത് ആരുടെയാണെന്ന് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ദേശം NK ദേശം. ദേശത്തിന്റെ അല്ല, തെക്കൻ കൈലാസം ദേശത്തിന്റെ അല്ല, സംശയമില്ല. ഓ ശരി. SN അറിയായിരിക്കോ? പഴയ ഒരു ശ്ലോകമാണത്. പിന്നെ മാസ്റ്റർ മാഷ് ചൊല്ലണം. ചെന്നായിൻ ഹൃത്തിനും ഹാഭുവി നരഹൃദയത്തോളമയ്യോ കടുപ്പം വന്നിട്ടില്ല. ഇപ്പൂ മനുജൻ ഇതികൂർക്കം വലിപ്പൂ. നന്നാവില്ലി പ്രപഞ്ചം ദുരയുടെ കൊടിയെ പൊങ്ങു മാറ്റം സഹിച്ചും നിന്നിടാനിച്ഛയെന്നോ പടയ മനുജ നീ പോകമിണ്ടാതെ ചാകൂ. ചങ്ങമ്പുഴ. സാറ് നേരത്തെ ചൊല്ലിയ പൂവിടുന്നതിന് മത്സരം എന്ന് പറഞ്ഞ ശ്ലോകം ഉണ്ണിമാഷിൻ്റെതാണ്.
ഉണ്ണിമാഷ ക്യാൻറ്റീനാണ്. അല്ല കൃഷ്ണുണ്ണിമാഷാണ്. ND കൃഷ്ണൻ. വി കെ ജിയുടെ ഒരു ശ്ലോകം. നീരാടും നീറണിഞ്ഞതിരുമൈ നീറുന്ന തൃക്കണ്ണുമാനീരന്ധ്ര പ്രണയാഭിഷിക്ത ഹൃദയം നഞ്ഞാണ്ട കണ്ഠസ്ഥലം കാളാനിച്ചുരുൾ കങ്കണം ശിലഗൃഹം കാളപ്പുറം തേർത്തടം കാലാേ ചുടലക്കളക്കളരിയാചാരേ വണങ്ങുന്നു ഞാൻ. കായണക്ക ഓഡിയൻസിനായോ? ചൊല്ലിക്കോളൂ. ഓഡിയൻസിൽ എപ്പോഴും ചൊല്ലാം. കൈ ഉയർത്തിയാ മതി, അതില് ആ ഐക്കണിൽ ചൊല്ലിയാ മതി, മുട്ടിയാ മതി. എന്നാ നിവേദ് ചൊല്ലിക്കോളൂ. കണ്ണൻ ചിരട്ട അല്ലെങ്കിൽ കാലൻ വരുന്ന സമയം ഏതെങ്കിലും ചൊല്ലിക്കോളൂ. വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ, എന്നാ എല്ലാവർക്കും കാണാം. ആ നിവേദന ഒരു മിനിറ്റ്, ഒരു കുട്ടി ചൊല്ലാണ്ട്. ഒരു മിനിറ്റ്. ചൊല്ലിക്കോളൂ. അല്ല ഒരു കുട്ടി ചൊല്ലണ്ട, ഒരു കുട്ടി ചൊല്ലണ്ട, ഒരു കുട്ടി ചൊല്ലണ്ട. ഒരു കുട്ടി ചൊല്ലണ്ട്, ഒരു കുട്ടി ചൊല്ലണ്ട്. അവൻ ചൊല്ലി കഴിഞ്ഞിട്ട് നിവേദന ചൊല്ലിക്കോളൂ. കണ്ണൻ ചിരട്ട പൊടി മണ്ണു കളാങ്ങി വച്ചു തിണ്ണന്നുയർത്തി കണ്ണും മിഴിച്ചു ഉണ്ണിക്കണ്ണൻ കനിഞ്ഞു കരളിൽ കളിയാടിടട്ടെ. ഇനി ചൊല്ലിക്കോളൂ, ഞങ്ങൾ ചൊല്ലിക്കോളൂ. ചൊല്ലിക്കോളൂ, ചൊല്ലിക്കോളൂ. കാമന്റെ കമ്രതങ്ങൾ കാമന്റെ കമ്രതല കാമുകവല്ലിയാകണം ആപജാന്തമഹമസ്തകാന്തമടിയൻ അക്ഷരം ഉള്ളൂര്. അങ്ങനെ നിവേദ് വസന്തതലം തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അക്ഷര പുഷ്പമേ. അതന്നെ ഞാനും വിചാരിച്ചു. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീഭൂവിൽ അസ്ഥിര അസംശയമിന്നു നിന്റെയാ ഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. അനവധി കാലമായി ഈ ശ്ലോകം ചൊല്ലിട്ട്. ഗാനമിട ചേർന്നു ചിരച്ചു മട്ടി കാലത്തെഴും കിളികളോടത മൗനമായി ഈ ലോകതത്വവുമയേ തെളിവാർന്ന താരാജാലത്തൊടുന്മുഖതയാർന്നു പഠിച്ചു രാവിൽ. ഇപ്പാരിട്ടങ്ങളിഷ തീർപ്പാനും അൻപിനൊട്ടു കാപ്പാനും മന്ധ്യസ്ഥമായേ കൽപ്പാന്തവാരിതിലെ പാട്ടുമേ കഥ കഴിപ്പാനുമെൻ പശുപത്തെ കേൾപ്പാർന്ന നിന്നുടെ കളിപ്പാവയാമെളിയൊരു പാമരൻ പെരുമനമൊഴിപ്പാൻ ഭജിപ്പു തവ തൃപ്പാദ പങ്കജയും. വസന്തതലമാണെന്ന് തോന്നിച്ച് മത്തേപത്തിലേക്ക് എത്തിയല്ലേ?
അവള് വസ്തുതയും ചൊല്ലി. അവളെ നല്ല എക്സ്പെർട്ടാണ് പല വൃത്തയും. എന്താ മേഘവിഷ്പൂർജിതമൊക്കെ അവൾക്കറിയാം. ശരി. വസ്തുതയും ചെല്ലാൻ അവൾക്ക് വിഷമം ഉണ്ടായിട്ടില്ല. മാറ്റി ചെല്ലണോ? അല്ല, തുടക്കം തപജൻ തന്നെയാണല്ലോ. കാലേ അതെ കാളും എനിക്കും വസന്തലികം വലിയൊരു കണ്ണേ മടങ്ങ് വാ, കണ്ണേ മടങ്ങ് കരിഞ്ഞു മലിഞ്ഞു. അത് ചിലപ്പോ വിട്ടുപോട്ടെ. കാളും മോദേന കറ്റച്ചിടയനുമചല കുഞ്ഞുമൊന്നിച്ചൊരു നാൾ മേളിച്ചും കൊണ്ടിരുന്നോരളവരികിലണഞ്ഞൊട്ടു ശാഠ്യം പിടിച്ച് ചീളന്നച്ഛന്റെ മെച്ചം തടവിന ജടയിൽ ചന്ദ്രനെ കണ്ടു തേങ്ങാപ്പൂളെന്നോർത്തിട്ടു നീട്ടിയിടിന കരിവദനത്തുമ്പി ഭാഗ്യം തരട്ടെ. ആളുടെ ശ്ലോകമാണ്, കേട്ടിട്ടുണ്ട് ഞാൻ. ആരുടെ പറഞ്ഞു എനിക്ക് അത്ര അറിയില്ല, ആരെയാണെന്ന് അറിയില്ല. ശരിതാ. ഗായത്രി. പട്ടും ശതം ചേർന്നെഴുപതു നാലിംഗലേന്തും തുമശരശ്രീപാശേഭുഗോതണ്ടതുണ്ടും പുത്തൻ ബന്ധൂകപുഷ്ടം തൊഴുകുട്ടൽ നിറവും ചേർന്നു വാഴുന്ന നിന്നൂതാടന സുഖവിശിഖേ കാണുമാറാകണമേ. അറവങ്കര അക്ഷരം പാരം പാരാക വേണ്ടും പരിചൊട്ടു കട്ടലാസാക്കി നീരാഴമേറും പാരാവാരത്തെ എല്ലാം പരശിവത ഇതേ തന്മഷിപാത്രമാക്കി പരാനിശേഷ പക്ഷി പരിഷകളും വള്ളത്തോൾ പരാവാരങ്ങളെല്ലാം എന്നല്ലേ? പരാവാരത്തെ എല്ലാം പരാവാരങ്ങളെല്ലാം ഞാനത് അല്ല ഞാനത് എവിടുന്ന് പഠിച്ചത്? ഞാനേ മറ്റേ നമ്മുടെ കാലിഗ്രാഫി പദ്ധതിയുടെ കലണ്ടറിൽ ശരി. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വള്ളത്തോളിന്റെ ദേവീസ്തവത്തിലെയാണ്. പാതന്നെ തളർവത്തിലയത്തവാഴ ഈ രമ്യവസ്തുതി ചേർന്നു വിളങ്ങൽപ്പതരു പണ്ഡിത നന്ദനാഭം. ഉള്ളൂർ മ്യൂട്ട് ചെയ്തു. മൺപൊട്ടു വളർന്നത നിന്റെ അംഗമാവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ ഭാവം പകർന്നു വദനം കവിൽ കാന്തിയാർന്നു പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു. കൂന്തൽ വല ചുണ്ടിര ബാഹുഭാഷം ഭ്രൂവില്ലപാംഗവിശിഖം മുഖചന്ദ്രഹാസം ഈ വിശ്രുതായുധഗണം കലരും മധുക്കൾ ഭാവിപ്പുതത്ര യുവഹൃം മൃഗയാ വിനോദം. ഈ അക്ഷരം ചൊല്ലിക്കോളോ. അക്ഷരം ഇതല്ല. ഇല്ല
ഇന്ന് ഇപ്പോൾ ഭടാഗ്നിമെന്നു പുല്ലായിരുന്നു മരണം രണമെന്നു കേട്ടാൽ നില്ലാസപ്പോരിന് നിജാലയമെത്തുവാനായി ഉല്ലാസി വിക്രമനിടയ്ക്കു തിരിച്ചു പോന്നു. സാർ അക്ഷരം നാല്. ശ്രദ്ധരന്നെ ചൊല്ലാം. മതി മതി മതി. ചെറുത് ചെറുത് ചൊല്ലാം. ചെറുതൊന്നുമില്ല. നീരന്ധ്ര നീല ജലദബലകപ്പുറത്തു വാരഞ്ചിടുന്ന വളർവില്ലുവരച്ചു മാച്ചും നേരറ്റ കൈവളകളാൽ ചില മിന്നൽ തീർത്തും പാരം ലസിക്കുമല പ്രകൃതിക്കു കൂപ്പാം. ഈ ശങ്കരക്കുറുപ്പിന്റെ ആദ്യത്തെ ശ്ലോകം. അപ്പൊ ഈ ഓഡിയൻസിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ചൊല്ലാം കേട്ടോ, അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. അതെയാ, എന്റെ കുട്ടികൾക്ക് ഇല്ല, അവർക്ക് അവര് കുറച്ചു ദിവസം ഒരു 1.5 മാസമായിട്ടേ ഉള്ളൂ അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അടുത്ത കൈ ഉയർത്തിയാ മതി, ചൊല്ലാൻ അവസരം തരാം. അതെ, സദസ്സിലാരുണ്ടെങ്കിൽ. ഉമേഷ്, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിന്ദു ബിന്ദു ചൊല്ലിക്കോളൂ. ഏതാ അക്ഷരം ഞാൻ ശ്രദ്ധിച്ചില്ല. അക്ഷരം ഏതായിരുന്നു എന്ന് കേട്ടില്ല. അല്ലേ, ആലോചിക്കട്ടെ. നാദം താളം കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിയത് തന്നെയാന്ന് തോന്നേ. എന്നാലും നാദം താളം വെളിച്ചം നിഴൽ നിറമിവയാൽ നൃത്തശില്പം രചിക്കും കാലത്തിൻ കമ്രനാഭി നളിന കലികയിൽ വീണ തൂമഞ്ഞു തുള്ളി നാളത്തെ പൊന്നുഷസ്സിൻ പ്രമദവനികയിൽ കൽപ്പനാ പത്മരാഗത്താലത്തിൽ കാഴ്ചവയ്ക്കാൻ പ്രകൃതിയുടെ കലാശാല ഞാൻ തേടി വന്നു. വയലാറിന്റെ നാദത്താലുലകം ചമച്ചു നിതരം പാലിച്ചു കൽപ്പാന്ത നിർഭേദത്താലുപസംഹരിച്ചതിലെഴും ബീജാക്ഷരത്തൽക്രമൽ സാദം വിട്ടുലകങ്ങൾ തീർത്തരുളലം ഈ അക്ഷരശ്ലോക സംവാദത്തിൽ ശിവശക്തികൾ കിയലുമാഹ്ലാദം നമുക്കാശ്രയം. വൈലപ്പള്ളി. അക്ഷരം സാദം വിട്ട്. സുരകുല പരിതാപം സംഹരിക്കാൻ ഹരൻ മുപ്പുരരൊടമരൊടിക്ക തദ്രഥാംഗങ്ങളായി തരമൊട്ടു രവിചന്ദ്രന്മാരണഞ്ഞോരു നേരം സരസിജ കുമുദങ്ങൾക്കൊപ്പമുണ്ടായി വികാസം. ലക്ഷ്മി തായാണ്. ആരുടെയാണോ ഓർമ്മയുണ്ടോ? ആരുടെ? കൈതക്കൽ. വൃത്തം മാറി മാലിനി. വൃത്തം പുതിയ വൃത്തങ്ങൾ വരട്ടെ. എനിക്ക് മാലിനി വെല്ലുവിടിയില്ല. ഞാൻ നല്ല തുമ്പി തുള്ളുക തുള്ളിയാർക്കുക രസം മുറ്റുന്ന കാറ്റേ മലർത്തുമ്പേ കമ്പിത കമ്രകുഡ്മളദളാനമ്രേ പതിഞ്ഞാടുക എൻ പച്ചക്കിളി ഒന്നു വായിക്കുരയിടൂ നിൽക്കുന്നു
മുറ്റത്തതാ മുമ്പിൽ സ്വാർജിത നിർജരാർജുന യശോവൃദ്ധൻ ബലിത്തമ്പുരാൻ. എന്നീടും നേരമേതേ ഋതുവിലുമൊരു പൂമച്ചമായുണ്ട്. തണ്ടാർ തണ്ണീർ തെള്ളും ശരത്തിൽ പനിമലർ ശിശിരത്തിങ്കൽ വേനൽക്കുമുണ്ട. കണ്ണീരും കയ്യുമായി കഴിയുമൊരു മഴക്കാലത്തെ കണ്ണീർ പിച്ചിക്കു നേരായി സുരഭിലമുഖിയ സുന്ദരിക്കോതയുണ്ടോ. ആഹാ, വൈലോപ്പള്ളി ഒരുപാട് കാലം കർണാന്തത്തോളമെത്തുന്നഴകിയ കഴുകൻ തൂവലൊത്തക്ഷിരോമം തിണ്ണം ചേരുന്നു. സാക്ഷാൽ ത്രിപുരരിപുമനക്കാമ്പിളക്കുന്നിതഗ്രാൽ. കണ്ണേവം നിന്റെ തോർക്കിൽ കുലഗിരി കുലചൂടാമണി. കാമദേവൻ കർണത്തോളം വലിച്ചേറ്റിയ കണകളതിൻ കൗതുകം ചെയ്തിടുന്നു. ആശാന്റെ പ്രവർത്തനം. അപ്പൊ ബിന്ദു വന്നിട്ടുണ്ട്. ബിന്ദുവിനെ നമ്മള് എവിടെ ചേർക്കണം? ഇല്ല, ഇന്ന് ഞാൻ ഓഡിയൻസിൽ ഇരിക്കാം പക്ഷേ. ശരി, അപ്പൊ ശ്ലോകം ചൊല്ലാൻ താല്പര്യമുണ്ടപ്പോ കൈവയ്ക്കാ മതി. അതെ, ഓക്കെ, ശരി. കലയുടെ കളിവിട്ടാം കേരളത്തിൽ കലകളിലെ തിരത്തുള്ള അക്ഷരശ്ലോക ശില്പം. കലകളിലൊരു കേളിക്കാത്ത വിജ്ഞാന വായ്പിൻ കലകളെ വിളയിക്കാം കാലഹൃത്തിൻ തടത്തിൽ. രേവതി എല്ലാ വൃത്തത്തിലും വിദഗ്ധയാണല്ലോ. മാലിന്യ വന്നപ്പോ രേവതി എല്ലാത്തിലും വിദഗ്ധയാണ്. സർ, എനിക്ക് കൃഷ്ണനുണ്ണി സാറുടെ ആണത്. അതെ, അതും അറിയാം. അതെ, എഴുതി ആരുടെ സ്വാഗാണെന്ന് കൂടി വരെ അറിയാം. അല്ല, അത് മിക്കവാറും അറിയാവുന്നത്. ഞാൻ എഴുതിയപ്പോഴേ തെറ്റിയായിരിക്കും. ദേശത്തിന്റെ എന്ന് പറഞ്ഞതേ. ഭാസ്കരമാഷ്, കൈതയ്ക്കായി പൂപ്പിറവിയരുളും കൊണ്ടലിൻ മുമ്പിലെത്തിപ്പെട്ടുൾ കണ്ണീരൊടു നിലവിലാൻ. സോറി, കൈതയ്ക്കായി പൂപ്പിറവിയരുളും കൊണ്ടലിൻ പെട്ടുൾ കണ്ണീരൊടു നിലവിലണ്ടഞ്ചിരം രാജഭൃത്യൻ. മേഘം കണ്ടാൽ സുഖിയുടെ മനം പോലുമേ മറ്റുമാറും. പുൽകാനുള്ളിൽ കൊതി തിരളുമ്പോൾ ദൂരെയാകുമ്പോഴെന്താം. മുട്ടന്മാറി മന്ദാക്രാന്ത. അത് മേഘസന്ദേശത്തിന്റെ തർജ്ജമയാണല്ലോ. അത് ആരുടെ തർജ്ജമയാണെന്നറിയോ? രാജഗോപാലൻ കാരപ്പറ്റ. ശരിയാ, മന്ദാക്രാന്ത തന്നെയാണ്. മന്ദാക്രാന്തയിൽ അധികം പരിഭാഷ കണ്ടിട്ടില്ല മേഘസന്ദേശം. അയ്യോ, അക്ഷരം വിട്ടുപോയി. അക്ഷരം എന്തായിരുന്നു? മായല്ലേ? മാരക്രീഡാമഹലഹളയിൽ ജാലമാർഗേണലീലാകാരക്രോഡേ നിഭൃതഗതിയായത്തി നിത്യം നിശായാം. വാരസ്ത്രീണാം വപുഷി വിലസും സ്വേദബിന്ദുക്കളാകും. ഹാരസ്തോമം ഹരതി വിരുദേറുന്ന ചോരൻ സമീരൻ. മയൂര സന്ദേശം വ അക്ഷരം. വാ. അതെ അതെ. വീണയ്ക്കൊക്കും സ്വരമൊടു വിനോദങ്ങളോരോന്നുലയ്ക്കും പ്രാണപ്രേഷ്ഠ പ്രണയിനികളോടൊത്ത് ബോട്ടിന്റെ തട്ടിൽ വാണക്കായൽക്കരകളിലും കാഴ്ച കണ്ടുല്ലസിക്കും ഊണന്മാരെ കഴുതിലക കണ്ടൊരാനന്ദം. ആദ്യമായിട്ടാണ് നമ്മുടെ സദസ്സില് ഈ വൃത്തം ഇങ്ങനെ
പറ്റുന്നത്രയും ഫോളോ ചെയ്യുന്നത്. അത് നന്നായിട്ടുണ്ട്. ആ ശ്രീമല്ലിക. വഞ്ചിക്ഷോണിക്കൊരു തിലകമാമപ്പുറത്തേക്കു പോകും വഞ്ചിക്കൂട്ടം വരുമളവിലത്തോട്ടുവാരത്തൊതുങ്ങി വഞ്ചിക്കേണം വളരെ മരനീരുള്ളിലുണ്ടാകമൂലം വഞ്ചിത്ത ഭ്രാന്തെടുമരയരാം നാവിക കയ്യരേ നീ. അത് മയൂര സന്ദേശം, കേരളവർമ്മ വലിയ തമ്പുരാൻ, മന്ദാക്രാന്ത വൃത്തം. ഞാനൊന്ന് ചെല്ലട്ടെ, ഞാനൊന്ന് ചെല്ലട്ടെ. എണ്ണ തോൽക്കുമുടലിൽ സുഗന്ധിയാമെണ്ണതേച്ചരയിലൊറ്റമുണ്ടുമായി എണ്ണമേലമരുന്ന താങ്കി മുക്കണ്ണനേകി മെയ്കൾക്കൊരുത്സവം. വള്ളത്തോളിന്റെ ഗണപതി. രഥോത്ഥത വൃത്തം, നമ്മൾ വൃത്തം മാറി രഥോത്ഥത. ഞാൻ മന്ദാക്രാന്തയല്ല. അതെ, ആയിക്കോട്ടെ. തസ്മിൻ വംശേ തരുണ നയനങ്ങൾക്കു പീയൂഷധാര താരുണ്യാനാം ജഗതി ജനനി താർജരന്നസ്ത്രശാല താരാർമാദിന്നഭിമത സഖി താമ്രബിംബാധരോഷ്ടി താരാനാഥ പ്രതിഭടമുഖി ഇന്നമെന്നുണ്ണു നീതി. Are you here for a test? Yeah, she's here for another video. Oh, okay. You can come on. ഒന്നും പങ്കെടുക്കാത്തവരൊന്നും മ്യൂട്ട് ചെയ്യുക പ്ലീസ്. How are you doing? ലക്ഷ്മി. തലമുടിയഴിഞ്ഞ പാടിയൊന്നിച്ചേണ ഇവിടെ കയ്യു കൊട്ടിക്കളിക്കേ ഓണക്കാലത്തൊരു കുറി കനിഞ്ഞപ്സര സ്ത്രീകൾ വന്നാൽ നാണം കെട്ടേ വിബുധ നഗരി നൃത്തരംഗത്തിലെത്തൂ. മന്ദാക്രാന്ത തന്നെ. അത് ആരുടെ ശ്ലോ ആണ്? രാജ. അല്ലല്ല, മന്ദാക്രാന്ത തന്നെയായിരുന്നു. സോറി. രാജ. ശരിയാ. ഏതാണ്? ഓ അല്ലേ? ഓണത്തിന് ഓ ഞാൻ ചൊല്ലാൻ വേണമെങ്കിൽ കേട്ടോ. ഓക്കെ. ഒറ്റക്കാൽ പിറകുന്നി ഊർമികകളാൽ മിന്നം വലങ്കയ്യതിൽ ചെറ്റം മൃത്തികയേന്തി വാക്യമെഴുതി കാണിച്ചു നിൽക്കുന്നതും അറ്റം തെല്ലു ചുരുട്ടിയ ഇടതു കൈ പിൻചേർത്തു വിശ്രാന്തനായി കറ്റക്കാർ ശിഖ പിൻപൊതുക്കി മറുകൈത്താർ വീശിലാത്തുന്നതും. പ്രേംജി അല്ലേ? അല്ല, ഇത് പ്രരോദന അല്ലേ? എന്താ അദ്ദേഹം ക്ലാസ് എടുക്കുന്നതിനെ പറ്റി? അതെ. ഞാൻ പെട്ടെന്ന് പ്രേംജി വള്ളത്തോളിനെ പറ്റി എഴുതിയ ആ സീരീസ് ആണെന്ന് തോന്നി. അല്ലല്ല, അത് മുണ്ടാക്കക്ഷത്ത് ചുറ്റിയാണ്. അങ്ങനെ കുറെ ഉണ്ടല്ലോ. ഇത് ഏതാക്ഷരം ബിന്ദു? ആ അല്ലേ? അറ്റം അന്തിക്കമ്പരവീഥിയിൽ തുടുമുകിൽ തുണ്ടിന്റെ കൂർപ്പേറിടും തുമ്പിൽ കൂർപ്പേറിടും കുന്തത്തിൻ മുനയിൽ കിടന്ന് പകലിൻ പ്രാണൻ പിടഞ്ഞിടവേ പൊന്തക്കാട്ടിലുറക്കെ ഘോരികൾ ജയോദ്ഘോഷം തകർക്കെ തുലോം ചിന്താധീനനരിച്ചരിച്ചൊരു വിധ ഒരു കണക്കില്ലത്തു ചെന്നെത്തി ഞാൻ. കാൻഡി വേലമ്പിള്ള സാറിന് ആവുന്ന അന്തിപ്പന്തലി കിട്ടും.
പള്ളിക്കൂടത്തിൽ വെച്ചാർന്നൊരു പരിചയമോർമ്മിച്ചുറങ്ങാതെ നിന്നെ ചൊല്ലി പൂരപ്പറമ്പല നട പലതും ചുറ്റി ഞാൻ രാഗലോലൻ കല്യേ വാദ്യങ്ങൾ എല്ലാമില്ലാതാകുന്നു സാരസ്വതരസമരുളുന്ന പരശ്ലോകമാതേ. അക്ഷരം കാൽത്താരാത്താതരോദ്യൽ പ്രണയമൊടനിശം കൂപ്പിടുന്നോനയൽപ്പം കാത്താൽ ആർത്താനുകമ്പാജലധിയിലൊരു നീർത്തുള്ളി പോയി പോകുമെന്നോ കാർത്താന്ത പ്രാണഹാരി പ്രണയിനി കരുതിയിടും പക്ഷേ കാർത്യായന്യംബ നിൻകാൽ തളിരയി തളരും മേലുമെന്നൗലിപാദാണ്. രേവതി താളം പോലെ കുസുമധനുഷ ഹന്ത പൂങ്കോൾ കൂകി ചോളം പോലെ ചിതറി വിളറിത്താര കാണാം നികായം. താളം പോലെ പുലരി വനുതയ്ക്കാകതോ ചന്ദ്രസൂര്യവും നാളം പോലെ തളിന കുഹര ഭൃംഗരാജി സന്ദേശം അക്ഷരം ഗഗനഗനഗജേ യാമിനി കാമിനി യാരാരെത്തുന്ന നേരം ഭൂമുഖി ഗസിക്കും ഉൾക്കൈരവം നേരം നേരം സൗന്ദര്യസാരം ഉടതരമറിയിക്കുന്ന നിൻസംഗമത്താൽ രാജിപ്പൂ പ്രശാന്ത പ്രകൃതി സുന്ദരികൾക്കുത്സവം സമസ്തം. ഇടയ്ക്ക് കേട്ടില്ല, നായല്ലേ അക്ഷരം, നേരാന്നല്ലേ? കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ ശ്ലോകം, ശങ്കരാചാര്യരുടെ ആസ്ഥാനതാപദ്യത്തിന്റെ പരിഭാഷ. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ രുചി കുറയും കാലം ഏറും ചടപ്പും പൊയ്ക്കോട്ടെ കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ. ഒരു മിനിറ്റ്, നിവേദ് ചൊല്ലും. നിവേദ് നാരായണന്റെ ചൊല്ലിക്കോളൂ. അല്ല, സീമ കഴിഞ്ഞിട്ട് ചൊല്ലിക്കോട്ടെ. ആണോ? അല്ല, ഇവിടെ കേസന് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട, അതുകൊണ്ടാണ്. കേസൻ ചൊല്ലിക്കോളൂ. കണ്ടതിനം മറന്നു കുശലം കേട്ടുള്ളൊരക്കാലമോ
അത് വേറെ തരത്തിലാണ് പുസ്തകത്തിലേക്ക് കണ്ടിരിക്കുന്നത് തോന്നുന്നു. കുറച്ച് എന്ത് വ്യത്യാസങ്ങൾ ഒന്നും കണ്ടിട്ടുണ്ട്. കേട്ടില്ല. അക്ഷരം ഓ ആണോ? ഉണ്ടിന്നും പ്രിയതോഴിയല്ലേ? പുസ്തകത്തിൽ അച്ചടിക്കുന്നതിന് മുമ്പുള്ള പല വേർഷനും കേസൽ അറിയാം. ആ അതെ 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 അതെ. പുസ്തകത്തിൽ അച്ചടിക്കുന്നതിന് മുമ്പുള്ളത് അദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യണത്. പുസ്തകത്തിലെ മൂന്നാമത്തെ പേര് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഉണ്ടിന്നും പ്രിയതോഴി മത്സ്മരണയിൽ. അങ്ങനെയാണ് പുസ്തകത്തിൽ തുടങ്ങുന്നത്. ആ അത് അതിന് മുമ്പുള്ളതാ. അപ്പൊ ഏതാക്ഷരം? ഓ അല്ലേ? ഓ എന്നല്ലേ പറഞ്ഞത്? ആ സീമ. സീമ മറ്റേ കുട്ടിക്ക് അക്ഷരം കിട്ടുന്ന രീതിയിൽ ചൊല്ലിക്കൊടുക്കും. അതെ നോക്കണം. അത് ഓണവില്ലൊളി അല്ലെങ്കിൽ അതിനേതാക്ഷരം വരാ നോക്കണേ. വില്ലൊളി മുഴങ്ങിടും. ഞാൻ ചൊല്ലാം, അങ്ങനെ ആലോചിച്ചിരുന്ന സമയം പോവും. ഓണവില്ലൊളി മുഴങ്ങിടുന്നു, കളഗാനമോടു മളിവേണിമാർ താണു കുമ്മിയുമടിച്ചിടുന്നു, മികവുറ്റ സദ്യമതമേറ്റവേ തോണി നീളയണിയിട്ടിടുന്നു, ജലകേളി സൗഭഗമിണങ്ങിയാൽ കാണുവാനരിയ കായലിൽ തെളിവു ദീപമാലകമനീയമായി. ഉണ്ണിമാഷ തോന്നുന്നു. മറ്റേ കുട്ടിക്കുണ്ടോ? ഇല്ല, താല്ല. അവർക്ക് ആ അറിയാം, ആ സാ നാ ഒക്കെ അറിയാം. കുറച്ച് ഇപ്പൊ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, 1.5 മാസമായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഈ സദസ്സിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞതാ. എങ്ങനെയാ സദസ്സ് പോവാ, ശ്ലോകങ്ങള് ബാക്കിയുള്ളവരുടെ ഒക്കെ കേക്കണ്ടേ, അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞതാ. അല്ലാതെ നന്നായി. കേൾവിജ്ഞാനം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതെ അതെ, ബാക്കിയുള്ളവര് ചൊല്ലണത് കേക്കലും ഒരു ക്ലാസ് അല്ലേ. പക്ഷെ ഒരു കാര്യം, അതായത് നമ്മൾ ഇപ്പൊ നിൽക്കട്ടെ വൈദ്യവൻ കരയ്ക്ക് മുമ്പ് തമ്പുരാൻ ഒരെണ്ണം, അത് തന്നെ പെറ്റിയിടുമ്പൊഴുതിൽ പെരുത്തൽ, ഓർമ്മയുണ്ടോ? ഏതാ? തമ്പുരാൻ തന്നെ ഒരെണ്ണം വേറെ ഒരെണ്ണം, പെറ്റിയിടുമ്പൊഴുതിൽ പെരുത്തരുചയും വേണ്ടായികയും എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇല്ല ഇല്ല, ഞാൻ കേട്ടില്ല. ഞാൻ ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാൻ തരാം. അതായത് കെ ടി രാമവർമ്മയുടെ പുസ്തകത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അതെന്റെ ഞാൻ തരാം. ശരി. അപ്പൊ ഞാന് ഒരു മധുര വൃത്തം ചൊല്ലുന്നു. താമര തന്നിലിരിക്കുമൊരാമയഹാരിണി വാണി മഹാസുഭഗേ, നീ മമ മാനസവേദിയിലെത്തണമത്തൽ മുഴുത്തതു മാറ്റിടുവൻ. ശാരദമേഘ സമാന തനോ നനവറ്റു തളർന്ന രസജ്ഞയിലേക്ക് ആദിമഗീതമഹാരസതീർത്ഥമൊരി തിരിറ്റുക വാക്കുണരാൻ. മധുര അക്ഷരം ശ. അത് ഒരു സംശയം ഞാൻ എഴുതി വെച്ചിരിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ നമ്പീശൻ എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം മധുര കുറച്ച് ചോദിച്ചു വെക്കാം നാളെ. അക്ഷരം ശ. ശ്രീമൊത്തം ചാർത്തിയെത്തും പടിവടിവൊടുഷസന്ധ്യ വന്നെത്തി നോക്കും യാമത്തിൽ താൻ കുളിച്ചിട്ടളിക തടലസക്കുങ്കുമ പൊട്ടുമായി നാമം നാവിങ്കലീശസ്മരണയിലകവും കണ്ടനീ കേരളി ക്ഷാമത്തിൻ പെൺകിടാവോ സുരനിര തഴുകുന്ന അപ്സരസിൻ മഹസ്സോ. കൈതക്കലിൻ്റെതാണ്. ആല്ലേ അക്ഷരം? നാമം. നാണോ?
നഞ്ഞാളും കാളിയൻ തൻ തലയിലും അതുപോലെ കുറൂരമ്മയാകും കുഞ്ഞാത്തോൽ പാലുകാച്ചും കരികലശമതിനുള്ളിലും തുള്ളിയോനെ ഇഞ്ഞാനെന്നുള്ള ഭാവക്കറ അധികതരം പൂണ്ടുമാലാണ്ട് പോമെന്നെഞ്ഞാം രംഗത്തു അംഗത്തളകളിളകി നീ നിത്യവും നൃത്തമാടൂ. പ്രേംജി അല്ലേ? പ്രേംജി. ഈ ഗായത്രി. നൃത്തം വന്നു ചെറുതൊഴി കഴിവില്ലാത്ത നിന്നൂലം തപ്പാതൻ ചൊല്ലിയാട്ടം ജനരസകരമായിട്ടു തീരണമെങ്കിൽ തൃപ്പാദം പിന്തുണച്ചീടണമിവിടെ നടസ്വാമി തൻ വാമമയ്യേ. വള്ളത്തോട് അക്ഷരം താരത്തിൽ കണ്ടിട്ടുന്നു ചില പെരിയ ജനം നിത്യവും നിന്നെ പുരാധാരത്തിൽ പിന്നെ വേറെ ചിലരപരജനം താമരത്താരിനുള്ളിൽ സാരത്തെ തേടിട്ടുന്നോരൊരു പൊഴുതുമഹോ നിന്നയല്ലാതൊരന്യാകാരത്തെ കണ്ടിട്ടുന്നില്ല ഈ മധുര സമുദ്രോദ്ഭവേ ഭൂർഭുവസ്വ. എപിസിയുടെ ഒരു പാരഡി ഉണ്ട്, അതായത് രസം അറിയാം. അത് കുറച്ച് രാഷ്ട്രീയമായതുണ്ട്. ഇത് അറവങ്ങരയുടെ രവതി സാരത്തിൽ കണ്ടെടുത്തു. സാരത്തിൽ സാരത്തെ തേടൂ. സാരത്തെ തേടിരുന്നു സായം. ജനനി നാരായണ ഗുരു അക്ഷരം ക. അക്ഷരം മാറിയിട്ടും വൃത്തം മാറിയില്ല, മത്തേഹം തന്നെ അല്ലേ? ജനനി നവരത്നാമഞ്ജരിയാണ്. അതെ. പക്ഷേ ഇതിനൊക്കെ ഫുൾ ക്രെഡിറ്റ് സുധീറിനുണ്ടോ? കുട്ടികൾക്ക് ഇങ്ങനെ വൃത്തവും മറ്റേ അത് ഭാസ്കര മാഷ് പഠിപ്പിക്കണം. അവളെ പഠിപ്പിക്കുന്ന മാഷ് ഞാനീ പറഞ്ഞ അതിന്റെ ഒരു പുറമേ ഉള്ള ഒരു പരിപാടിയേ ഉള്ളൂ. മാഷാണ് വൃത്തമൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ മാഷ. ഞാനത് ഇവിടെ ലക്ഷ്മി അവള് തന്നെ പഠിക്കണം. ഞാൻ എങ്ങനെ വൃത്തം അങ്ങനെ കൊടുക്കണില്ല. ലക്ഷ്മി അവള് തന്നെ പഠിക്കണതാണ്. അവള് നമ്മുടെ ആ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് ഓരോ വൃത്തം വരുമ്പോൾ എഴുതിയെടുത്ത് പഠിക്കണത്. ജനറൽ ഒരു ടച്ചപ്പ് മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ ആ ടീമാണ്. നമ്മള് എനിക്ക് അക്ഷരം കിട്ടിയില്ല. പൂവില് മത്തേമം കിട്ടില്ലല്ലോ. വേറെ മാറ്റാം. ഭുജംഗപ്രയാതം.
ഒന്നുമേൽ പതുക്കി തിടുക്കന്നരക്കെട്ടു ദൃഷ്ടം മുറുക്കി മിടുക്കോടിടങ്കൈവീട്ടുമുട്ടിൽ കടുക്കുന്ന കോപത്തോടാഞ്ഞൊന്നടിച്ചു. അപ്പൊ നമ്മള് 1.5 മണിക്കൂറിൽ കൂടുതലായി. അപ്പൊ ഒന്നേമുക്കാലായി. മണിക്കൂറായി. അപ്പൊ ഒരു റൗണ്ട് കൂടെ ചൊല്ലിട്ട് നിർത്താം അല്ലേ? ആവാം. എല്ലാ മാസവും നമുക്ക് ഇങ്ങനെ കൂടുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പൊ ഇഷ്ടശ്ലോകം. ഇഷ്ടശ്ലോകം. അപ്പൊ എന്താ മംഗളമോ? അവസാനത്തെ അതെ. അല്ല, ഇതിപ്പോ അവസാനത്തെ റൗണ്ടാണ്. ഇത് അവസാനത്തെ റൗണ്ടാ. അപ്പൊ ഇഷ്ടമുള്ള മംഗളം ചൊല്ലിക്കോളും. മംഗളം. ഒരുപാട് മാറ്റമുലകിൽ കണ്ടാരും ഊഹിപ്പോഴും തിരിയുന്നതോറും ഒരു മുളയാറില്ല നീയുണ്ടൊഴിച്ചും കൊണ്ടാരാൽ കൈതൊഴുന്നേൽ രാജ. അക്ഷരം നോക്കണ്ടോ? ഏതാ? ഇല്ല, ഇഷ്ടമുള്ളത് ചൊല്ലാം. അവസാനം ഇഷ്ടം എല്ലാം നിയമത്ത് അക്ഷരം നോക്കണ്ട. ത്രിട്ടോലും ഭാസ്കര പൊന്മുടി വിധുതിലകം മാരിവില്ലായ മാല്യം വട്ടം തേച്ചുള്ള താരാമണി കളിവ മുറയ്ക്കാരയർജിക്കുവാനോ വട്ടം കൂട്ടുന്നു മൂലപ്രകൃതി ദിവസവും ബുദ്ധനായി വിശ്വമാകും വട്ടശ്രീകോവിലിൽ പാർത്തൊളിക ചിതറുമദ്ദേവനെ കൈതൊഴുന്നേൻ. മറ്റേ കുട്ടിയെ ചൊല്ലുന്നോ സീമ? അയാളോട് ഞാൻ പറഞ്ഞു, അയാള് കേൾക്കണില്ല തോന്നുന്നു. നിവേദം ഉണ്ടോ അവിടെ? മെസ്സേജ് അയച്ചു, കണ്ടിട്ടില്ല. നിവേദ് വന്നോ? എന്നാ ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിക്കോളൂ നിവേദ്. ലാസ്റ്റ് റൗണ്ട് ആണ്. ഏതെങ്കിലും അക്ഷരം നോക്കണ്ട. ലാസ്റ്റ് റൗണ്ട് ആണ്, അപ്പൊ അക്ഷരം നോക്കണില്ല. സാരസാദയ മുഖാംബുജം മൊഴിവേദരേ സരസ് സാരസാനി സദൃശേഷ വീഡിയോ ഓഫ് ചെയ്താലേ. ചൊല്ലിയാ? ഞാൻ കേട്ടില്ല. അത്ര ക്ലിയർ അല്ലായിരുന്നു. സാരില്ല. ശരി, അപ്പൊ ഞാന് ഒരു കുമുദിനി വൃത്തം ചൊല്ലി അവസാനിപ്പിക്കുകയാണ്. പുലരി വന്നള വരിയ പുഞ്ചിരി വിതറി നിന്നു സുമങ്ങൾ
അദ്ദലപുടങ്ങളിലഴകൊടങ്ങനെ കനകവർണ്ണമണിഞ്ഞുഹ. കിളികളും പല നദികളും കളകളകളാരവമോടെ ഇന്നിളയിൽ മാധുരി പകരുമീയളവിനു വന്ദനമേകിടം. രവി രാജ ചൊല്ലാന്ന് പറഞ്ഞു. ഞാനൊന്ന് ചൊല്ലാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിയതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണ്. ആയിക്കോട്ടെ. ജഗതി സുഹൃതി ലോകൈ നന്ദിതാനന്ദിതാശാകള വിരണിത വംശീ വാസമാന പശുപയുഗതി ഭോഗ്യ ദേവതാ ദേവതാസ സജല ജലതപാടിം മേചകാസ്തു. ശ്രീ മാനവേദൻ രാജ എഴുതിയ കൃഷ്ണഗീതത്തെ ആദ്യത്തെ ശ്ലോകമാണ്. എന്റെ പൂർവികനാണ് പി.സി. മാനവേദൻ രാജ. അതുകൊണ്ടാണ് ഒരു ഇഷ്ടം കാരണം. അപ്പൊ ഇനിയും ലക്ഷ്മി അല്ലേ? ഇനി വെറൈറ്റി വൃത്തം ചൊല്ലു. വെറൈറ്റി വൃത്തം എന്തിനാ? വെറൈറ്റി അല്ലേ? കിണി കാഞ്ചന കാഞ്ചിയണിതാപകമധ്യതലം ക്ഷണികതയന്യമിന്നലി എന്ന നഭോ നിഭമായിലസിപ്പു പരം അണിമണി കാഞ്ചിയതിൻ തലയങ്ങനെ മെല്ലെ വളച്ചു കൊളുത്തുകയായി അണിചിലയോ രഥതോരണമോ മദനന്റെ ഇതെന്നൊരു ശങ്ക വരും. മധുര അല്ല, ഇത് കളഹംസാണ്. കളഹംസം എന്നാണ് ചെങ്ങേരുടെ പുസ്തകത്തില്, ഇരുമാസ പുസ്തകത്തിൽ കളഹംസം. ഗായത്രി അല്ലേ? അടുത്ത ഹരിദാസല്ലേ? ഹാ കഷ്ടം നരജീവിതം ദുരിതമീ ശോകം മറക്കാൻ സുഖോദ്രേകം ഈറ്റുകളിക്കയാം ചിലർ കാകണ്ഠപാനം പ്രിയം മൂകം മൂക്കിനു നേർക്കു കാണു ചിലരിന്നേകം ശിവം സുന്ദരം ശ്ലോകം ചൊല്ലിയിരിപ്പു ഞങ്ങൾ ചിലർ ഈ ലോകം വിഭിന്നോത്സവം. ബിന്ദു സദസ്സിലുണ്ടോ? ഉണ്ട്. ഒരു ശ്ലോകം ചൊല്ലൂ. ശരി. വാളല്ലൻ സമരായുധം ഝണഝണധ്വാനം മുഴക്കിടുവാളല്ലൻ കരവാളുവിറ്റ് ഒരു മണിപ്പൊൻവീണ വാങ്ങിച്ചു ഞാൻ. താളം രാഗലയ ശ്രുതി സ്വരവയ്ക്കല്ലാതെ ഒന്നിന്നുമിന്ന് ഓളക്കുത്തുകൾ തീർക്കുവാൻ കഴികയില്ലെൻ പ്രേമതീർത്ഥങ്ങളിൽ. ഹരി ചൊല്ലിയത് വൈലപ്പള്ളിയുടെ ആയിരുന്നു. ബിന്ദു ചൊല്ലിയത് വയലാറിന്റെ അല്ലേ? വളരെ ഇഷ്ടപ്പെട്ട ഗായത്രി ചഞ്ചത് ദേവേന്ദ്ര കുട്ടിയെ ചൊല്ലാമോ? ദേവേന്ദ്ര കുട്ട്യ ദലിത ദശ ദിശാഗിർണകോട്യ സംഗായ സർവധുട്യ സരഭസവിനമത്സിദ്ധ ഗന്ധർവധട്യ വിശ്ലിഷ്യ ചർമ്മപട്യോ വിഗളിത ശതപത്രാസനോട്യത്കരോട്യ കൈലാസതട്യ ത്രിപുര വിജയിന പാന്തുമാരഭട്യ. ഇഷ്ടശ്ലോകം ചൊല്ലാൻ പറഞ്ഞിട്ട് മാഷ് ശ്ലോകം എഴുതിയവരുണ്ടോ പറഞ്ഞു പറയുകയാണോ? അങ്ങനല്ല, അവള് അല്ല, പല ഇഷ്ടങ്ങളുണ്ടാവും. അതിൽ കൂടുതൽ ഇഷ്ടം മാഷ് സജസ്റ്റ് ചെയ്തായിരിക്കും. അവള് ചൊല്ലിക്കേക്കണേലൊരു ഇഷ്ടമുള്ള ഇഷ്ടം കണ്ടത് ആറൂരടിതിരിപ്പാടിന്റെ ശ്ലോകമാണ്. അവള് സംസ്കൃതത്തിന് ഒത്താണ്. മലയാളത്തിനും സംസ്കൃതത്തിനും അവൾക്കാണ് ഉപജില്ല ഇത് കിട്ടിയത്.
ഞാൻ ഓമെന്നായി ക്ഷേത്രശംഖധ്വനിയു പരിമുഴങ്ങുന്നു, സർവേശ്വരൻ തന്നാമം പൊങ്ങുന്നു, ഘണ്ടാമണിയുടെ രണനം തഞ്ചിടും നെഞ്ചിൽ നിന്നും. നാം എന്തിനർത്ഥമില്ലാതെ തുമിതുമിതുമാവി യാമം തീർക്കുന്നു, നിർത്താവിനി മതി സമയം കണ്ടിതോ സന്ധ്യയായി. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ വെറുതെ ഒരു ശ്ലോകം ചെയ്തില്ല, KNB എന്ന് തോന്നുന്നുണ്ട്. നൃത്യധൂർജടികരഗതടമരുകടുമുടുമു പട്ടുരവ പരിപന്ധിന്യ കൽപക്ഷ്മാരുഹ വികസിത കുസുമജ മധുരസ മധുരിമ സഹചാരിണ്യ മന്ദക്ഷ്മാധര വിമഥിത ജലനിധി ഖുമുഖുമുഖ നരവ മഥമന്ധിന്യ ശൈലാബ്ധീശ്വര നൃപവര വിദധതു ബുധ സുഖമയി തവ വജസാം ശ്രേണ്യ. പക്ഷേ ഇവർ രണ്ടുപേരും കൂടി ആയിരുന്നു ഇത്തവണ വടകര ഉപജില്ലയിലെ ഗായത്രിയും രേവതിയും കൂടി ആയിരുന്നു മത്സരം. മാന്നുള്ള വേണമെങ്കിൽ ഞാൻ ചെല്ലാം. മാന്നുള്ളത് വേണമെങ്കിൽ ഞാൻ ചെല്ലാം. അക്ഷരം നോക്കുന്നില്ല. അതെ, അക്ഷരല്ല ഏതക്ഷരം ചൊല്ലാം. പിന്നും പൊന്നിൻ കിരീടം കരിവള ഘടകം കാഞ്ചിപൂഞ്ചലമാല ധന്യശ്രീ വത്സ കൗസ്തുഭമിടകലരും ചാരുഘോരോന്തരാളം ശംഖും ചക്രം ഗദാപങ്കജം ഇതി വിലസും നാലു തൃക്കൈകളോടെ സങ്കീർണ ശ്യാമവർണം കരിമപുരമലേ. അവസാനത്തെ അമലം പൂരയൻ മംഗളം. മാഷെ ഭാസ്കര മാഷ് ശരിയില്ല. ആമോദ പ്രസരം സദാരസികരിൽ ഗാഠം വളർത്തുന്ന നല്ലോമൽ സാഹിതിയായ മാലയെ മഹിക്കായി സമർപ്പിക്കയാൽ സീമാതീത യശോവിലാസ വിശദം ശ്രീകാളിദാസശ്രുതം നാമം പുണ്ട കവീന്ദ്ര താവക പദാംഭോജം നമിക്കുന്നു ഞാൻ. സത്വൃത്താർദ്രപദങ്ങൾ വച്ചതുലമായി അത്യന്തവർണ്ണാഭമായി മൊത്തം ഗൗരവലാഘവങ്ങളുളവായി കൃത്തിന്നു പീയൂഷമായി അദൂരാന്വയമന്യേ ഗുണമെഴും സത്താകുമീ സംഗമം നിത്യം ശ്ലോകസമം രസം വഴിയണം സത്യം ശിവം സുന്ദരം. ഹരിദാസിനെ, കേരളത്തിന്റെ ഹരിദാസിനെ അത് കൺക്ലൂഡ് ചെയ്യാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു മംഗളം കൂടെ, ഒരു മംഗള ശ്ലോകം വേൾപൂർ സാറ് മംഗള ശ്ലോകം ചൊല്ലൂ. എന്നിട്ട് കാകേദാധിപമംഗളം ദശരഥ പ്രേമാകൃതേ മംഗളം വൈദേഹീധവ മംഗളം ശ്രിതജനാനന്ദ പ്രഭോ മംഗളം രക്ഷോനാശകമംഗളം ഭവഭയപ്രോധ്വം സിതേ മംഗളം പൃഥ്വീപാലകമംഗളം ജയ ജയ ശ്രീരാമ സന്മംഗളം. ശരി, താങ്ക് യു സാർ. ഇന്നത്തെ പരിപാടി വളരെ ഹൃദ്യമായിരുന്നു. കേരള ഇലക്ട്രിസിറ്റി സൊസൈറ്റിയുടെ പേരിൽ എല്ലാവർക്കും ഒന്ന് നന്ദി പറയാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ഇത് ഓർഗനൈസ് ചെയ്യാനായിട്ട് വളരെ സഹായിച്ച നമ്മുടെ ഹരിദാസ് മംഗലപ്പള്ളി സാറിനും ഹോസ്റ്റായിട്ട് മെയിൻ ഹോസ്റ്റ് ആയിരുന്ന ഉമേഷ് സാറിനും പിന്നെ നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്ത പൂർപ്പള്ളി ശങ്കരനാരായണൻ നമ്പൂരി സാറ്, വെല്ലപ്പൻപിള്ള സാറ്, പിന്നെ
ഒപ്പം പങ്കെടുത്ത ഗായത്രി, ലക്ഷ്മി, നിവേദ്, രേവതി, സീമ, രാജീവ്, സുധീർ, ഞാൻ ആരെയും വിട്ടുപോയെന്നറിയില്ല, എല്ലാവർക്കും, രവി രാജ സാർ, എല്ലാവർക്കും പ്രത്യേകമായിട്ട് KLSന്റെ പേരിൽ നന്ദി. നമുക്ക് എല്ലാ മാസവും ഇത് അറേഞ്ച് ചെയ്യണം. അതിന്റെ സമയം അല്പം ഇടയ്ക്കൊക്കെ ഈ ശനിയാഴ്ച ഇതേ സമയത്തായിരിക്കും, പക്ഷെ വീക്ക് ഏതാണെന്നുള്ളത് നമുക്ക് അത് സൗകര്യം പോലെ ഈ സൂമിന്റെ അവൈലബിലിറ്റി പോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്കാരം. അവിടെ എല്ലാവർക്കും ശുഭദിനം, ഇവിടെ എല്ലാവർക്കും ശുഭരാത്രി. ശുഭരാത്രി. അപ്പൊ ഞാൻ അടുത്ത മാസം കാണാം, അടുത്ത സദസ്സിൽ കാണാം. ശരി.